പോയിന്റ് വർക്ക് ചെയ്യുന്നില്ല. വേറെ ഉണ്ടോ? ആ Yes, hello everybody. Good evening. Welcome back to Physics Wala. Good evening everybody. Good evening. Okay, hi. ഒരുപാട് മെസ്സേജസ് ഉണ്ടല്ലോ, ഒരുപാട് മെസ്സേജസ് ഉണ്ട്. ഗുഡ് ഈവനിങ് സുരേഷ് അല്ല ശ്വേത, എനിക്ക് ഓർമ്മയുണ്ട്, മീനാക്ഷി. ഓക്കെ. Class clarification and questions. 2 minutes more is to start the class. Okay, good evening everybody. Okay. എല്ലാവരുടെയും മെസ്സേജസ് കാണാം. ഗുഡ് ഈവനിങ് എവറിബഡി. അപ്പം നമ്മൾ നീറ്റ് എക്സാം മൈക്ക് ഓഫ് ആണോ? വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആണോ? ഇപ്പോൾ വീഡിയോ ഓഡിയോ ഓക്കെ ആണോ? ഇപ്പോൾ ഓഡിയോ ഓക്കെ ആണോ? ഇവിടെ ആരോ ഓഡിയോ ഓക്കെ അല്ല എന്ന് പറഞ്ഞിരുന്നു. സോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഓഡിയോ, വീഡിയോ, സ്ക്രീൻ, ചാറ്റ്, കമൻറ്റ് കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാമോ? ഗുഡ് ഈവനിങ് എവ്രിബഡി. ഗുഡ് ഈവനിങ്. ഓക്കെ, കേൾക്കാം, എല്ലാം ഓക്കെ ആണ്. സോ ഇന്ന് നമ്മൾ ബോട്ടണി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് സുവോളജി ടുഡേ, ഇറ്റ്സ് ബോട്ടണി. ഓക്കെ, ഗ്ലൂട്ടൻ അഹെഡ് എന്നോ? ഓക്കെ, യെസ്, ശരി. അപ്പം നമ്മളുടെ നീറ്റ് എക്സാം ഓരോ ദിവസവും അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇന്ന് ജൂൺ, ഒരു പോയിന്റ് കൊണ്ടുതരുമോ? ഓക്കെ, അപ്പം ഇന്ന് ആക്ച്വലി എത്രയാണ്? ജൂൺ 9 ആണ്, റൈറ്റ്? അപ്പം നമ്മളുടെ എക്സാമിലേക്ക് ഇനി വെറും 10 ദിവസം, നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10-11 ഡേയ്സ് കണക്കാക്കാം. അതായത് ഒരാഴ്ചയും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മളുടെ എക്സാമിലേക്ക് ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പം ഇന്നലെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പം ഞാൻ സമയം കളയുന്നില്ല, ഓൾറെഡി 8:30 ആയിട്ടുണ്ട്. നമുക്ക് ബോട്ടണിയിലെ NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഒറ്റ സെക്കൻഡേ. ഓക്കെ, യെസ്. അപ്പം നമ്മൾ ഇന്നലെ സുവോളജിയിലെ എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ബോട്ടണിയിലെ എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡിയാണോ? എനിക്ക് ആക്ച്വലി കമൻസ് കാണാൻ ഒന്ന് ഫ്രണ്ടിലേക്ക് വരേണ്ട ആവശ്യം വരുന്നു. ഞാൻ എൻ്റെ ഫോണിലൊന്ന് ഓപ്പൺ ചെയ്യട്ടെ, അല്ലെങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ഗ്ലൂട്ടൻ അബൻ ജർമ്മൻ ആണ്. +2 ഫുൾ A+ കിട്ടി മാം. മുഹമ്മദ് അബു, കൺഗ്രാറ്റുലേഷൻസ്, ഫുൾ A+ കിട്ടിയില്ലേ? അപ്പോൾ എന്താണെങ്കിലും നീറ്റ് എക്സാമിന് ഒരു 10 ദിവസം ബാക്കിയുണ്ട്. ആ 10 ഡേയ്സ് ഒന്ന് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ജസ്റ്റ് അതും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പം ഞാൻ ഒരുപാട് സമയം കുറേ കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. അപ്പം ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ 100 ക്വസ്റ്റ്യൻസ് ആണ് ബോട്ടണിയിലും ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ദ ടൈം നൗ ഇസ് 8:30, ഓൾമോസ്റ്റ് 8:35 ആയിട്ടുണ്ട്. ഒരു 10:35 നമുക്ക് ലക്ഷ്യം വെക്കാം. 100 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫാസ്റ്റായിട്ട് ആൻസേഴ്സ് പറയണം. ഇന്നലെ നിങ്ങൾ ഓൾറെഡി പെട്ടെന്ന് ക്വിക്കായിട്ട് ആൻസേഴ്സ് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ ഇന്ന് നിങ്ങൾ ക്വിക്കായിട്ട് ആൻസേഴ്സ് പറയണം. ഓക്കെ, ആൻഡ് ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വേറെ ഏതെങ്കിലും ടോപ്പിക്സിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, നോ ഇഷ്യൂസ്. അപ്പോൾ എനിവേ നിങ്ങളുടെ ഇടയിൽ തന്നെ നിങ്ങൾ ആ ഒരു ടൈം മാനേജ്മെൻറ്റും ആ ഒരു പെട്ടെന്ന് സ്പീഡിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്യേണ്ട ആ ഒരു ടെക്നിക്കൊക്കെയാണ് ഇവിടെ ഇംപ്രൂവ് ചെയ്യേണ്ടത്. അതേസമയം നമുക്ക് ചില ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. ഓക്കെ, യെസ്.
യെസ്, ഓർമ്മയുണ്ട് സബീന, എല്ലാവരെയും ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ പേര് ഓരോന്നിലും എടുത്ത് വായിക്കുന്നില്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ഓൾറെഡി ആൻസേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോസ് ഫോർ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ഈ തന്നിരിക്കുന്നതിൽ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ കാരണമല്ലാത്തത് ഏതാണ്? ഡിസ്ട്രക്ഷൻ ഓഫ് ഹാബിറ്റാറ്റ്, ഇൻവേഷൻ ബൈ ഏലിയൻ സ്പീഷീസ്, കീപ്പിംഗ് ആനിമൽസ് ഇൻ സുവോളജിക്കൽ പാർക്ക്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ട്. സി ഒരുപാട് പേര് ആൻസർ ചെയ്തു. മുഹമ്മദ്, മീനാക്ഷി, ശ്വേത, സുഹ, അനീറ്റ, മുഹമ്മദ് അബു, ജ്യോതി, എല്ലാവരുടെ ആൻസേഴ്സ് കറക്റ്റ് ആണ്. സി ആണ് അല്ലേ? അതായത് ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ നടത്തുന്നു, ഏലിയൻ സ്പീഷീസിന്റെ ഇൻവേഷൻ, അതേപോലെ നാച്ചുറൽ റിസോഴ്സിനെ കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതെല്ലാം ബയോഡൈവേഴ്സിറ്റി ലോസിന്റെ റീസൺ ആണ്. പക്ഷേ സുവോളജിക്കൽ പാർക്കിൽ ആനിമൽസിനെ കീപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ്സ് പാർട്ട് ഓഫ് കൺസർവേഷൻ. സോ ഒബ്വിയസ്ലി ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not an invasive alien species in the Indian context? Okay, Indian contextil idile invasive alien species allathathu aarana? We have 4 options: lantana, cynodon, parthenium and eichhornia. ഏത് ആൻസർ പറയും? ഈ 4 എണ്ണത്തിൽ ഏതാണ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് അല്ലാത്തത് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്? ഓക്കെ, ആൻസേഴ്സ് പറയുന്നുണ്ട്. ഞാൻ ഏറ്റവും ഫസ്റ്റ് ആൻസർ ചെയ്യുന്ന ആളുടെ പേര് മാത്രം വായിക്കൂട്ടോ. സോ ആരാണ് ആൻസർ ചെയ്തിരിക്കുന്നത്? മീനാക്ഷി. സോ ഫോർ ദ ഫസ്റ്റ് ടൈം ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്തിരിക്കുന്നത് മീനാക്ഷിയാണ്. അപ്പം ഞാൻ പേര് വായിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് ആൻസർ ചെയ്യാൻ, നിങ്ങളുടെ സ്പീഡ് ആൻഡ് ആക്യുറസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ട്രൈ ചെയ്യേണ്ടത്. ഇത് ഞാൻ പറഞ്ഞു, നീറ്റ് എക്സാമിന് പലപ്പോഴും നിങ്ങൾ ഇതിൽ പല ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ടാവും. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദീസ് ആർ NCERT Exemplar questions. ഓക്കെ, യെസ്, ഓപ്ഷൻ ബി, വെരി ഗുഡ്. യെസ്, അപ്പോൾ ലണ്ടാന, പാർത്തീനിയം, ഐക്കോർണിയം 3 പേരും എന്താണ്? അമേരിക്ക, പല പാർട്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന ഇൻവേസീവ് ആയിട്ടുള്ള ഏലിയൻ സ്പീഷീസ് ആണ്. പക്ഷെ സൈനഡോൺ എന്ന് പറയുന്നത് എന്താണ്? സൈനഡോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. അടുത്ത ചോദ്യമേ, മാച്ച് ദ ഫോളോയിങ്, മാച്ച് ആനിമൽസ് ഗിവൺ ഇൻ കോളം 1 വിത്ത് ദ ലൊക്കേഷൻ കോളം 2. ഓക്കെ, കോളം 1 ആൻഡ് കോളം 2 മാച്ച് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എണ്ണമൊക്കെ അറിയുമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ എങ്ങനെ ടൈം സേവ് ചെയ്യണം എന്നത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഡോഡോ, ക്വാഗ, തൈലക്കൈൻ, അതേപോലെ സ്റ്റെല്ലർ സീക്കാവ്. ഓക്കെ, വേഗം അറ്റൻഡ് ചെയ്തോളൂ. ഡോഡോ ഓഫ് എന്തെന്ന് നമ്മൾ പറയുന്നത്? ഡോഡോ ഓഫ് അങ്ങനെ തന്നെയാണല്ലേ പറഞ്ഞു പഠിക്കുന്നത്? ഡോഡോ ഓഫ് മൗറീഷ്യസ്, ഇങ്ങനെ തന്നെ പഠിക്കണം. ഡോഡോ ഓഫ് മൗറീഷ്യസ്, റൈറ്റ് ആണോ? യെസ്, ഡോഡോ ഓഫ് മൗറീഷ്യസ്. അതേപോലെ ക്വാഗ ഓഫ് ആഫ്രിക്ക, അതേപോലെ തൈലക്കൈൻ ഓഫ് ഓസ്ട്രേലിയ, അതേപോലെ സ്റ്റെല്ലർ സീക്കാവ് ഓഫ് റഷ്യ. ഓക്കെ, നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് പഠിക്കാം. ഡോഡ് ഓഫ് മൗറീഷ്യസ്, ക്വാഗ ഓഫ് ആഫ്രിക്ക, തൈലക്കൈൻ ഓഫ് ഓസ്ട്രേലിയ ആൻഡ് സ്റ്റെല്ലർ സീക്കാവ് ഓഫ് റഷ്യ. സ്റ്റെല്ല റഷ്യയിൽ പോയിന്നോ അങ്ങനെ ഓരോന്നിനും എന്തെങ്കിലുമൊക്കെ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. വെരി ഗുഡ്. യെസ്, ആരാണ് ഫസ്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും ഫസ്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത് അനീറ്റ. അനീറ്റ, വെരി ഗുഡ്. ഹായ് റിസ്വാനി, ഹലോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യമേ, ദ എക്സ്റ്റിങ്ഷൻ ഓഫ് പാസഞ്ചർ പീജിയൻ വാസ് ഡ്യൂ ടു? പാസഞ്ചർ പീജിയൻ എക്സ്റ്റിങ്ക്ട് ആയതിന്റെ റീസൺ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് പ്രിഡേറ്ററി ബേർഡ്സ്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ബൈ ഹ്യൂമൻസ്, നോൺ അവൈലബിലിറ്റി ഓഫ് ദ ഫുഡ്, ബേർഡ് ഫ്ലൂ വൈറസ് ഇൻഫെക്ഷൻ. ഇതിൽ എന്ത് കാരണമാണ് പാസഞ്ചർ പീജിയൻ എക്സ്റ്റിങ്ക്ട് ആയത്? മക്കളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. NCERT Exemplar ക്വസ്റ്റ്യൻസ് ആണ്. പലപ്പോഴും നീറ്റ് എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ നമ്മൾ വീണ്ടും അത് എടുത്ത് NCERT Exemplar ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പല ക്വസ്റ്റ്യൻസും നീറ്റ് എക്സാമിന് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. ടേക്ക് ഇറ്റ് സീരിയസ്. ഓക്കെ, യെസ്, ഓപ്ഷൻ ബി, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ബൈ ഹ്യൂമൻസ്. യെസ്, അല്ലാതെ അവരെ പ്രെഡേറ്ററി ബേർഡ്സ് അറ്റാക്ക് ചെയ്തതുകൊണ്ടോ ഫുഡിന്റെ നോൺ അവൈലബിലിറ്റി കാരണമോ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ കാരണമോ അല്ല, ഹ്യൂമൻസ് അധികമായിട്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തത് കൊണ്ടാണ്. വെരി ഗുഡ്. അടുത്ത ചോദ്യം, which of the following forest is known as lungs of the planet earth?
ആദ്യം നമ്മൾ ബയോഡൈവേഴ്സിറ്റി ആൻഡ് മൈക്രോബ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നമ്മൾ ബോട്ടണിയിലെ എല്ലാ ചാപ്റ്റേഴ്സും സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കളക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിലേതാണ് ഞാനിട്ട ക്വസ്റ്റ്യൻസ് അല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ്. ഈവൻ ഈ ക്വസ്റ്റ്യൻസും നമ്മളുടെ എക്സാമിന് ചോദിക്കാറുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ലങ്സ് ഓഫ് ദ പ്ലാനറ്റ് എർത്ത് ആയിട്ട് അറിയപ്പെടുന്ന ഏതാണ്? തൈഗ ഫോറസ്റ്റ്, തുന്ദ്ര ഫോറസ്റ്റ്, ആമസോൺ റെയിൻ ഫോറസ്റ്റ്, അതേപോലെ റെയിൻ ഫോറസ്റ്റ് ഓഫ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. ആരാണ് ഫസ്റ്റ് ആൻസർ ചെയ്തിരിക്കുന്നത്? മുഹമ്മദ്. നമ്മൾ ബോർഡ് എക്സാമിന് ഇത് സുവോളജിയിലാണ് പഠിച്ചത്. പക്ഷെ നീറ്റ് എക്സാമിന് ബോട്ടണി സെക്ഷനിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. നമ്മളുടെ നീറ്റ് എക്സാമിന് ബോട്ടണി ആൻഡ് സുവോളജി സെക്ഷൻ ഉണ്ട്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ചിലപ്പോൾ അവർ ഷഫിൾ ചെയ്തിട്ട് തരും. അപ്പോൾ നോർമലി ബോട്ടണി ആൻഡ് സുവോളജി സെപ്പറേറ്റ് ആയിട്ട് ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ബോട്ടണി, പിന്നത്തെ സുവോളജി, അല്ലെങ്കിൽ ആദ്യത്തെ സുവോളജി പിന്നെ ബോട്ടണി, അങ്ങനെയാണ് വരാറ്. ആദ്യത്തെ 45 അങ്ങനെ. അപ്പം ആ ബോട്ടണി പാർട്ടിലേക്കാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, നമ്മളങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും ആ ഒരു ബോട്ടണിയുടെ കൂടെയാണ് ഈ ചാപ്റ്റേഴ്സ് നീറ്റ് എക്സാമിന് വരുന്നത്. ഓക്കെ, ദാറ്റ്സ് വൈ. ഓപ്ഷൻ സി മുഹമ്മദ്. ആമസോൺ റെയിൻ ഫോറസ്റ്റ്, വെരി ഗുഡ്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ലങ്സ് ഓഫ് ദ പ്ലാനറ്റ് ആണ്. ബയോഡൈവേഴ്സിറ്റി വളരെ കൂടുതലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, ദ ആക്റ്റീവ് കെമിക്കൽ ഡ്രഗ് റിസർപൈൻ ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം. ആക്റ്റീവ് കെമിക്കൽ ഡ്രഗ് റിസർപൈൻ ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം. റിസർപൈൻ ഇത് എവിടുന്ന? നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന ചാപ്റ്ററിൽ ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, അതേപോലെ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലേ, അതിൻ്റെ ഉള്ളിൽ പഠിക്കുന്ന പാർട്ടാണ്. സോ ആക്റ്റീവ് കെമിക്കൽ ഡ്രഗ് റിസർപൈൻ ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദത്തൂര, റവോൾഫിയ, അട്രോപ്പ ആൻഡ് പെപ്പാവർ. ഏതാണ് ആൻസർ? യെസ്, അനീറ്റ ഫസ്റ്റ് ആൻസർ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ആൻസർ ചെയ്തിരിക്കുന്നു. യെസ്, റവോൾഫിയ അല്ലെ, റവോൾഫിയ. അപ്പൊ ഈ കെമിക്കൽ ഡ്രഗ് റിസർപൈൻ്റെ പല ഗ്രേഡിയൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ വേരി ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ ജനറ്റിക് ഡൈവേഴ്സിറ്റി നമുക്ക് പറയാൻ പറ്റും, പലതരം ഉണ്ട് എന്നതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഹിസ്റ്റോറിക് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഹെൽഡ് ഇൻ റിയോ ഡി ജനീറോ ഇൻ 1992 ഈസ് നോൺ ആസ്. എന്താണ്? സൈറ്റ്സ് കൺവെൻഷൻ, ദ എർത്ത് സമ്മിറ്റ്, G16 സമ്മിറ്റ്, അതേപോലെ എന്താണ് MAB പ്രോഗ്രാം. ഓക്കെ, അപ്പം ഈ പറഞ്ഞ റിയോ ഡി ജനീറോയിലെ 1992 നടന്ന ഹിസ്റ്റോറിക് കൺവെൻഷന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഓക്കെ, യെസ് മുഹമ്മദ്, വെരി ഗുഡ് ട്ടോ. ഓക്കെ, ഇതിന് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാം. വെരി ഗുഡ്. എർത്ത് സമ്മിറ്റ്, റൈറ്റ് ആൻസർ. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. എല്ലാവരും പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടില്ല എല്ലാവരും ജസ്റ്റ് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കുറച്ച് കുട്ടികളാണ്, അത് നമുക്ക് വാച്ചിങ് ഇവിടെ കാണാം. എല്ലാവരും ഇതിൽ കമന്റ് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് കോമൺ ടു ദ ടെക്നിക്സ്? ഈ തന്നിരിക്കുന്ന ടെക്നിക്സിൽ കോമൺ ആയിട്ട് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, ക്രയോ പ്രിസർവേഷൻ, ടിഷ്യൂ കൾച്ചർ. ഓക്കെ, അപ്പം എന്താണ് അതിന് കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്? ഓൾ ആർ ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡ്സ്, all are ex-situ conservation methods, all require ultra modern equipment and large space, അതേപോലെ all are methods of conservation of extinct organisms. Okay, അപ്പോൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിലും ക്രയോ പ്രിസർവേഷനിലും ടിഷ്യൂ കൾച്ചറിലും കോമൺ ആയിട്ട് എന്താണുള്ളത്? ബി. യെസ്, വെരി ഗുഡ്. എല്ലാം എക്സിറ്റു കൺസർവേഷൻ മെത്തേഡ് ആണ്. അതായത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ആയിക്കോട്ടെ ലാബിൽ വെച്ചിട്ടാണ് ചെയ്യുക. ക്രയോ പ്രിസർവേഷൻ ആയിക്കോട്ടെ നമ്മൾ പുറമെ വെച്ചിട്ട് ലബോറട്ടറി സിറ്റുവേഷനിൽ -196°C ടെമ്പറേച്ചറിൽ ലിക്വിഡ് നൈട്രജനിൽ എന്തെങ്കിലും പ്രിസർവ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുക. അതുപോലെ ടിഷ്യൂ കൾച്ചർ എഗെയിൻ നമ്മൾ എവിടെ വെച്ചിട്ടാണ് ചെയ്യുക? ടിഷ്യൂ കൾച്ചർ എഗെയിൻ നമ്മൾ ലാബിൽ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം എന്താ? എക്സിറ്റു കൺസർവേഷൻ മെത്തേഡ്. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ ആ സൈറ്റിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. അൾട്രാ മോഡേൺ എക്യുപ്മെന്റ്, ലാർജ് സ്പേസ് എല്ലാത്തിനും വേണം എന്നതല്ല ഈ 3 ടെക്നിക്സിനും കോമൺ ആയിട്ടുള്ള ഫീച്ചർ. അതേപോലെ എല്ലാം കൺസർവേഷൻ ഓഫ് എക്സ്റ്റിങ്ക്ട് ഓർഗാനിസത്തിന്റെ മെത്തേഡാണ് എന്നതില്ല. ചിലപ്പോൾ സംടൈംസ് എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നമുക്ക് പ്രിസർവ് ചെയ്യണമെങ്കിൽ ലിക്വിഡ് നൈട്രജനിലൊക്കെ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രയോ പ്രിസർവേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം യെസ്, the vitamin, yes, അടുത്ത ചാപ്റ്റർ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ട്ടോ. The vitamin whose content increases following the conversion of milk into curd by lactic acid bacteria is.
4 ഓപ്ഷൻസ് വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 ആൻഡ് വൈറ്റമിൻ ഇ. ഈ 4 വൈറ്റമിനിൽ ഏതാണ് ഇൻക്രീസ് ചെയ്യുന്നത് ഡ്യൂറിംഗ് ദ കൺവേർഷൻ ഓഫ് മിൽക്ക് ഇൻ ടു കേർഡ് ബൈ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ? വേഗം ആൻസർ ചെയ്യൂ. യെസ്, സി. ഓപ്ഷൻ സി ആൻസർ വരുന്നുണ്ട്. വെരി ഗുഡ്. വൈറ്റമിൻ B12 ആണ്. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ജനറേറ്റ്സ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സ്ലഡ്ജ് വിച്ച് ക്യാൻ ബി ട്രീറ്റഡ് ബൈ. അതായത് നമ്മൾ മൈക്രോബ്സ് ഇൻ സീവേജ് ട്രീറ്റ്മെന്റ് പഠിക്കുന്നുണ്ട് അല്ലേ, അതിൽ സ്ലഡ്ജ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഫോം ചെയ്യുന്ന സമയത്ത് അതിനെ നമുക്ക് ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ പിന്നീട് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ബൈ അനേറോബിക് ഡൈജസ്റ്റേഴ്സ്, ഫ്ലോക്സ്, കെമിക്കൽസ്, ഓക്സിഡേഷൻ പോണ്ട്. എന്തുപയോഗിച്ചാണ് നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ ട്രീറ്റ് ചെയ്യുന്നത്? ബി. എയും ബിയും വന്നിട്ടുണ്ടല്ലോ. പവാച്ചി എ, MD ബി, സുഹ എ, ശ്രിയ ബി, മീനാക്ഷി എ. അത് ശരി, കൺഫ്യൂഷൻ ആയാലോ. ഡിയും വന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഡിയും വന്നിട്ടുണ്ട്. മുഹമ്മദ് ഡി പറഞ്ഞിരിക്കുന്നു. BODയോ? BOD ഒരു ഓപ്ഷൻ ഇല്ലല്ലോ മുഹമ്മദ്. ഓപ്ഷൻ ഇല്ലാത്തത് പറയുന്നോ? എടാ വളരെ സിമ്പിൾ അല്ലേ. ആൻസർ ഇസ് ഓപ്ഷൻ എ, അനേറോബിക് ഡൈജസ്റ്റർ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ മൈക്രോബ്സ് ഇൻ സീവേജ് ട്രീറ്റ്മെന്റ്? അതിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മൾ ആദ്യം പ്രൈമറി ട്രീറ്റ്മെന്റ് നടത്തും. അവിടെ സെഡിമെന്റേഷനും ഫിൽട്രേഷനും ആണ് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പിലാണ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് നടത്തുക. ബയോളജിക്കൽ ട്രീറ്റ്മെന്റിൽ നമ്മൾ എയറേഷൻ ടാങ്കിൽ, ലാർജ് എയറേഷൻ ടാങ്കിലാണ് ഈ പ്രോസസ്സ് ചെയ്യുക. മെക്കാനിക്കലായിട്ട് നമ്മൾ നല്ല പോലെ അജിറ്റേറ്റ് ചെയ്യും. എയറോബിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. ആ സമയത്ത് അവിടെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഓർഗാനിക് വേസ്റ്റിനെ മാക്സിമം കൺസ്യൂം ചെയ്യും അല്ലേ. അപ്പോൾ ആ മൈക്രോ ഓർഗാനിസംസ് ആ ഒരു വേസ്റ്റിനെ ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മൈക്രോ ഓർഗാനിസംസ്, എയറോബിക് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ അതിൽ ബാക്ടീരിയയും ഫംഗസും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ആദ്യം എന്തായിട്ട് മാറും? മെഷ് ലൈക്ക് ആയിട്ടുള്ള ഫ്ലോക്സ് ആയിട്ട് മാറും. ആ ഫ്ലോക്സ് സെറ്റിൽ ചെയ്യുമ്പം, സെഡിമെന്റ് ചെയ്യുമ്പം അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് വിളിക്കും അല്ലേ. ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ കുറച്ച് പാർട്ട് നമ്മൾ ഇനോക്കുലം ആയിട്ട് കീപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം വീണ്ടും ആ എയറേഷൻ ടാങ്കിലേക്ക് പാസ് ചെയ്യും. ബാക്കിയുള്ള ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ നമ്മൾ എന്ത് ചെയ്യും? ലാർജ് അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ അനേറോബിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതേപോലെ ഓക്സിജന്റെ പ്രസൻസ് ഇല്ല, അവിടെ വെച്ചിട്ട് ഇവരെ ഡീകേ ചെയ്യിപ്പിക്കും. എന്നിട്ട് എന്താണ് അതിൽ നിന്ന് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ബയോഗ്യാസ് ജനറേറ്റ് ചെയ്യുമെന്നൊക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? സോ ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിന് നമ്മൾ എന്താ ചെയ്യുന്നത്? അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. തെറ്റിച്ച ആളുകൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ? യെസ്, 2 soul 1 rod. ഹായ് ഹലോ ഡിയർ. ഓക്കെ, അപ്പൊ തെറ്റിച്ച ആളുകൾക്ക് ഇത് മനസ്സിലായോ? തെറ്റിച്ച ആളുകൾക്ക് ഇത് മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ വന്നതെന്ന്. മനസ്സിലായോ? ഓപ്ഷൻ ബിയും ഡിയും ഒക്കെ പറഞ്ഞ കുട്ടികളുണ്ട്. ഈസ് ദിസ് ക്ലിയർ ഫോർ യു? യെസ്, ക്ലിയർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, മെത്തനോജനിക് ബാക്ടീരിയ ആർ നോട്ട് ഫൗണ്ട് ഇൻ. മെത്തനോജനിക് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ എന്താ? മീഥേൻ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ബാക്ടീരിയ അല്ലെ. അവരെ എവിടെ കാണാൻ പറ്റുന്നില്ല? മെത്തനോജൻസ്. ഓക്കെ, റൂമൻ ഓഫ് കാറ്റിൽ, ഗോബാർ ഗ്യാസ് പ്ലാന്റ്, ബോട്ടം ഓഫ് വാട്ടർ ലോക്ഡ് പാഡി ഫീൽഡ്സ്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. എവിടെയാണ് മെത്തനോജനിക് ബാക്ടീരിയനെ കാണാൻ പറ്റാത്തത്? മെത്തനോജനിക് ബാക്ടീരിയ ആർ നോട്ട് ഫൗണ്ട് ഇൻ. ഓ, ഞാൻ ഫുഡ് കഴിച്ചു. 2 soul 1 rod. ഐ ഹാഡ് മൈ ഫുഡ്. ഓക്കെ, ഫുഡ് കഴിച്ചിട്ടാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്കും ഡിയും സിയും പറയുന്നുണ്ട്. ഡിയും സിയും ആൻസർ വരുന്നുണ്ട്. എന്താണത്? ഡിയും സിയും എന്താണ്? ബോട്ടം ഓഫ് വാട്ടർ ലോക്ഡ് പാഡി ഫീൽഡ്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. ഓക്കെ, നോക്കിക്കേ, മെത്തനോജനിക് ബാക്ടീരിയ അവർക്കൊരു പ്രത്യേകതയുണ്ട്. മെത്തനോജൻസിന് അവരെന്താണ്? അവർ ബേസിക്കലി അനേറോബ്സ് ആണ്. അതായത് ഓക്സിജൻ ഇല്ലാത്തടത്താണ് അവരവരുടെ മെറ്റബോളിസം നടത്തുക. അനേറോബിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. നോക്ക്, റൂമൻ ഓഫ് കാറ്റിൽ അനേറോബിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. ഗോബാർ ഗ്യാസ് പ്ലാന്റ് അഗെയിൻ
അണീറോബിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. അതേപോലെ ബോട്ടം ഓഫ് വാട്ടർ ലോക്ഡ് പാഡി ഫീൽഡ്സ്, നമ്മളുടെ പാഡി ഫീൽഡ്സിന്റെ ബോട്ടമിൽ മെത്തനോജൻസ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അവിടെയും എന്താണ്, അവിടെയും അവിടെ മെത്തനോജൻസ് അണീറോബിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആക്ടിവേറ്റഡ് സ്ലഡ്സ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, ലാർജ് എയറേഷൻ ടാങ്ക് ആണ്, അവിടെ ഓക്സിജൻ ഉണ്ട്, ഓക്സിജന്റെ പ്രസൻസിലാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഫോം ചെയ്യുന്നത്. ഇവരെ നമ്മൾ പിന്നീട് എങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നത്, അണേറോബിക് ആയിട്ടുള്ള സ്ലഡ്ജ് ഡൈജസ്റ്ററിലേക്ക്. അവിടെയാണ് മെത്തനോജൻസ് ഉള്ളതും അവിടെ നിന്നാണ് മീഥേൻ ജനറേറ്റ് ചെയ്യുന്നതും. സോ ഇസ് ദിസ് ക്ലിയർ ഫോർ യു? ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സീൽ സെല്ലുലോസ് ഉണ്ട്. ഓക്കെ, വാട്ടർ ലോക്ഡ് പാഡി ഫീൽഡ് സെല്ലുലോസ് ഉണ്ടെന്നോ? സെല്ലുലോസോ? എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചതെന്ന്. യെസ്, സെറ്റായി. ഓക്കെ, ഫൈൻ. അടുത്ത ചോദ്യം മാത്സ് ഫോളോയിങ് ആണ്. ബാക്ടീരിയ ആൻഡ് പ്രൊഡക്റ്റ് ഈസി, മിക്ക ചോദ്യ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും അവർ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാറുണ്ട്. മൈക്രോബ്സിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഭാഗങ്ങളിൽ നിന്നെല്ലാം ഒരു MCQ ലൈക്ക് ഒരു മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ മോസ്റ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയി. യെസ്, മെത്തനോജൻസ് ഉണ്ടാവും. ക്ലിയർ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതൊന്ന് മാച്ച് ചെയ്യൂ. ആസ്പെർജില്ലസ് നിഗർ, അസെറ്റോബാക്ടർ അസെറ്റൈ, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം, ലാക്ടോബാസിലസ്, അപ്പുറത്ത് ലാക്ടിക് ആസിഡ്, ബ്യൂട്ടാരിക് ആസിഡ്, അസെറ്റിക് ആസിഡ് ആൻഡ് സിട്രിക് ആസിഡ്. വെരി ഈസി, എപ്പോഴും മിക്കപ്പോഴും കാണുന്ന ചോദ്യമാണ്. മാച്ച് ചെയ്യൂ. യെസ്, സി പറഞ്ഞു തുടങ്ങി. ഇതിൻ്റെ തന്നെയല്ലേ സി പറയുന്നത്? ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, നോക്കട്ടെ. ആസ്പെർജില്ലസ് നിഗർ, സിട്രിക് ആസിഡ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒന്ന് മാറിയിട്ടുണ്ട്. സിട്രിക് ആസിഡ് ആണ്. അസെറ്റോബാക്ടർ അസെറ്റൈ, അസെറ്റിക് ആസിഡ്, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം, ബ്യൂട്ടാരിക് ആസിഡ് ആൻഡ് ലാക്ടോബാസിലസ്, ലാക്ടിക് ആസിഡ്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. വെരി ഗുഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ബയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആൻഡ് റോൾ. ഇതും അതായത് ഇതിൽ ഏതെങ്കിലുമൊക്കെ മാത്സ് ഫോളോയിങ് ആയിരിക്കും ചോദിക്കുക. സോ ജസ്റ്റ് ഇതൊന്ന് മാച്ച് ചെയ്യൂ കേട്ടോ. ഇതൊന്ന് മാച്ച് ചെയ്യൂ. സ്റ്റാറ്റിൻ, സൈക്ലോസ്പോറിനെ, streptokinase, lipase. ഇപ്പത്തെ സൈഡിൽ റിമൂവൽ ഓഫ് ഓയിൽ സ്റ്റെയിൻസ്, റിമൂവൽ ഓഫ് ക്ലോട്ട്സ് ഫ്രം ബ്ലഡ് വെസൽസ്, ലോവറിംഗ് ഓഫ് ബ്ലഡ് കൊളസ്ട്രോൾ, ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ്. ഓക്കെ, മാച്ച് ചെയ്യൂ. മാച്ച് ചെയ്യാമോ? ഓക്കെ, ഡി പറയുന്നുണ്ട്. നോക്കട്ടെ. സ്റ്റാറ്റിൻ ആണ് ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് അല്ലേ. എൻസൈമുമായിട്ട് കൊളസ്ട്രോൾ സിന്തസിസിലുള്ള എൻസൈമുമായിട്ട് ഇന്റർഫെയർ ചെയ്തിട്ട് ലോവറിംഗ് ഓഫ് ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്സ് ആണ് സ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. ആൻഡ് സൈക്ലോസ്പോറിൻ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആണ്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ സമയത്ത് ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്ലോസ്പോറിൻ കൊടുക്കുന്നു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി സ്ട്രെപ്റ്റോകൈനേസ് എന്ത് ചെയ്യുന്നു? സ്ട്രെപ്റ്റോകൈനേസ് റിമൂവൽ ഓഫ് ക്ലോട്ട്സ് ഫ്രം ബ്ലഡ് വെസൽസ്, ക്ലോട്ട് ബസ്റ്റർ ആണ്. ഇനിയിപ്പോൾ ലിപ്പേസ് ലിപ്പിഡ്സിനെ ബ്രേക്ക് ചെയ്യും, അതായത് ഓയിൽ സ്റ്റെയിൻസ് റിമൂവ് ചെയ്യും. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, ഡി തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഓക്കേടാ, ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ, ഫൈൻ. അടുത്ത ചോദ്യം. So the next question, the primary treatment of wastewater involves the removal of, okay, primary treatment ആണ്. primary treatment, secondary treatment and tertiary treatment ഉണ്ട്. നമ്മൾ പ്രോപ്പർലി tertiary treatment പഠിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എനിവേ പ്രൈമറി ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടറിൽ എന്തൊക്കെയാണ് റിമൂവ് ചെയ്യുന്നത്? ഡിസോൾവ്ഡ് ഇംപ്യൂരിറ്റീസ്, സ്റ്റേബിൾ പാർട്ടിക്കിൾസ്, ടോക്സിക് സബ്സ്റ്റൻസസ് ആൻഡ് ഹാംഫുൾ ബാക്ടീരിയ. ഇതിൽ എന്തിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്? എന്തിനെയാണ് റിമൂവ് ചെയ്യുന്നത്? ബിയും എയും ഉണ്ടല്ലോ, ഡി ഉണ്ട്, സി ഉണ്ട്. വാവ്, വണ്ടർഫുൾ. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. അടിപൊളി. 4 ഓപ്ഷൻസും ഉണ്ട്. 4 ഓപ്ഷൻസ് കിട്ടിയ ഒരു ആൻസറാ. നോക്ക്, പ്രൈമറി ട്രീറ്റ്മെന്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രൈമറി ട്രീറ്റ്മെന്റിൽ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്, അതേപോലെ സെഡിമെന്റേഷനും നടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ആക്ച്വലി നിങ്ങൾ ആലോചിക്കുക, ഫിൽട്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഡിസോൾവ് ചെയ്തിരിക്കുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ അതിലുള്ള ടോക്സിക് ആയിട്ട് അലിഞ്ഞു ചേർന്ന വസ്തുക്കളെയൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്യാനോ സെഡിമെന്റ് ചെയ്യാനോ പറ്റുമോ? ഇല്ല. ഡിസോൾവ് ആകാത്ത,
അതായത് അതിൽ ലയിച്ച് ചേരാത്ത, ആ വെള്ളത്തിൽ ലയിച്ച് ചേരാതെ അതൊരു സ്റ്റേബിൾ വസ്തുവായിട്ടിരിക്കുന്ന വസ്തുക്കളെ മാത്രമേ, വലിയ രൂപത്തിലിരിക്കുന്നവരെ മാത്രമേ നമുക്ക്, ഇത്ര സൈസുള്ള മാറ്ററിനെ മാത്രമേ നമുക്ക് ഫിൽട്ടർ ചെയ്യാനും സെഡിമെന്റ് ചെയ്യാനും പറ്റുള്ളൂ, റൈറ്റ്? അപ്പൊ എന്താ, ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമോ ഈ പറഞ്ഞ ഫിൽട്രേഷനോ സെഡിമെന്റേഷനോ ഉപയോഗിച്ചാൽ? ഇല്ല. സ്റ്റേബിൾ പാർട്ടിക്കിൾസ്, വലിയ ഇപ്പൊ കുപ്പി, ചെരുപ്പ്, ക്ലോത്ത്സ്, അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനോ, ചെറിയ പെബിൾസ്, സാൻഡ്, ഇതിനെയൊക്കെ നമുക്ക് സെഡിമെന്റ് ചെയ്യാനോ പറ്റും. ഓക്കെ, ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് മിക്കപ്പോഴും കെമിക്കൽസ് ആയിരിക്കും, ഡിസോൾവ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും. ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ? ബാക്ടീരിയ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. സോ ഡെഫിനറ്റ്ലി ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ? ഓയ് അനന്യ, ഓയ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇത് ക്ലിയർ ആണല്ലോടാ? ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണെങ്കിൽ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. BOD ഓഫ് biochemical oxygen demand of waste water is estimated by measuring the amount of. ഓക്കെ, BOD എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? എന്തിന്റെ എമൗണ്ട് ആണ് BODയുടെ മെഷർമെന്റിന് വേണ്ടി നമ്മൾ മെഷർ ചെയ്യുന്നത്? ടോട്ടൽ ഓർഗാനിക് മാറ്റർ, ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ, ഓക്സിജൻ എവല്യൂഷൻ, ഓക്സിജൻ കൺസംഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വേഗം പറയൂ, വേഗം ഇതിന്റെ ആൻസർ പറയൂ, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കം ഓൺ, ക്യുക്ക്, വേഗം. ഡി. വെരി ഗുഡ്. അതായത് നമ്മളൊരു വാട്ടർ സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സാമ്പിളിൽ ഒരുപാട് ഓർഗാനിക് മാറ്റർ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഓർഗാനിക് മാറ്ററിനെ മൈക്രോബ്സ് കൺസ്യൂം ചെയ്യും. അവർക്ക് ഓർഗാനിക് മാറ്റർ കൺസ്യൂം ചെയ്ത് അവരുടെ തന്നെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്താവശ്യമാണ്? ഓക്സിജന്റെ ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ഇവര് എത്ര ഓക്സിജനെ കൺസ്യൂം ചെയ്തുകൊണ്ടാണ് ഈ ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്ത് തീർക്കുന്നത്? ഓക്കെ, അതാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്, എത്രത്തോളം ഓക്സിജൻ അവർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഓക്സിജൻ കൺസംഷൻ. എത്രമാത്രം ഓക്സിജൻ കൺസംഷൻ നടത്തിയിട്ടാണ് അതിനുള്ള ഓർഗാനിക് മാറ്ററിനെ അവർ ഡൈജസ്റ്റ് ചെയ്ത് തീർക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമേ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഇസ് പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ? നമ്മൾ രണ്ട് രീതിയിലാണ് ബിവറേജസ് പ്രിപ്പയർ ചെയ്യുക, ബൈ ഡിസ്റ്റിലേഷൻ ആൻഡ് വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ നല്ല പോലെ കോൺസെൻട്രേറ്റഡ് ആക്കും, വാട്ടർ കണ്ടന്റ് മാക്സിമം ഒഴിവാക്കും, നല്ല കോൺസെൻട്രേറ്റഡ് ആൽക്കഹോൾ ആക്കിയിട്ട് അതിനെ മാറ്റും. ഡിസ്റ്റിലേഷൻ ഇല്ലാന്ന് പറയുമ്പോൾ ഈ നല്ല ഹൈ ടെമ്പറേച്ചറിൽ അതിനെ ചൂടാക്കിയ വാട്ടർ റിമൂവ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത പ്രോസസ്സ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഇസ് പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ നടത്താത്തത്, അത്ര കോൺസെൻട്രേറ്റർ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, വെരി ഗുഡ്. യെസ്, അപ്പം വൈനാണ് ഡിസ്റ്റിലേഷൻ നടത്താത്തത്. വിസ്കി, റം, ബ്രാൻഡി എല്ലാം എന്താണ്? ഡിസ്റ്റിലേഷൻ നടത്തിയ പ്രൊഡക്ട്സ് ആണ്. അടുത്ത ചോദ്യമേ, ദ ടെക്നോളജി ഓഫ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ ഫ്രം കൗ ഡങ് വാസ് ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ലാർജ്ലി ഡ്യൂ ടു ദ എഫേർട്സ് ഓഫ്, അതായത് ബയോഗ്യാസ് പ്രൊഡക്ഷൻ ആരുടെ എഫേർട്സ് കാരണമാണ് മെയിൻലി ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വന്നത്? ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, അതുപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഓപ്ഷൻ സി, യെസ്, ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. നമ്മൾ IARI എന്നും അതേപോലെ KVIC എന്നും ഓപ്ഷൻ വന്നിരിക്കുന്നതെങ്കിലും അതങ്ങനെ തന്നെ എഴുതണം, കാരണം ഇത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്? IARI ആൻഡ് KVIC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എന്നതാണ്. സോ ഇതിൻ്റെ അബ്രിവേഷൻ തന്നിട്ടുണ്ടെങ്കിലും മാറിപ്പോകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ നൈട്രജൻ ഫിക്സിംഗ് ഓർഗാനിസം? ഈ തന്നിരിക്കുന്നതിൽ നോ സ്റ്റോക്ക് ആണ്. നൈട്രജൻ ഫിക്സിംഗ് ഓർഗാനിസം അല്ലാത്തത് ഏതാണ്? നൈട്രജൻ ഫിക്സിംഗ് ഓർഗാനിസം അല്ലാത്തത് ഏതാണ്? ഹായ് ബാലാജി, I remember you. Where were you? You were not there in sessions for few days. Okay, initially you were there, but for the past few sessions you were not there, I guess. Right, Balaji? Okay, so ഇതിന്റെ ആൻസർ പറയൂ. Yes, option D, Pseudomonas, right. ഈ പറഞ്ഞ അനാബീനെ ആണെങ്കിലും നോസ്റ്റോക്ക് ആണെങ്കിലും എന്താ? ബോത്ത് ആർ സയനോബാക്ടീരിയ. ഹെട്രോസിസ്റ്റിൻ്റെ ഉള്ളിൽ അവർ അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഫിക്സ് ചെയ്യും. പക്ഷേ അതേപോലെ അസോട്ടോബാക്ടർ ആണെങ്കിലും സോയിൽ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ഓർഗാനിസം ആണ്. പക്ഷേ ഈ പറഞ്ഞ സ്യൂഡോമോണാസ് എന്താണ്? ഇറ്റ് ഇസ് നോട്ട് എ നൈട്രജൻ ഫിക്സിംഗ് ഓർഗാനിസം. ക്ലിയർ? ഓക്കെ,
അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ബിഗ് ഹോൾസ് ഇൻ സ്വിസ് ചീസ് ആർ മെയ്ഡ് ബൈ. സ്വിസ് ചീസ് നമ്മൾ പറഞ്ഞു പല ടൈപ്സ് ഓഫ് ചീസ് ഉണ്ട്. ഓരോ ചീസിൻ്റെയും കമ്പോസിഷനും ടെക്സ്ചറും ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എനിവേ ഈ സ്വിസ് ചീസിന് ബിഗ് ഹോൾസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് മെയ്ഡ് ബൈ എ മെഷീൻ. It is made by a bacterium that produce methane gas. It is made by a bacterium producing large amount of carbon dioxide. It is made by a fungus that release a lot of gases during its metabolic activities. Propionibacterium, അല്ലേ? Propionibacterium ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാ വരിക? C. Yes, Propionibacterium producing large amount of carbon dioxide. ആ കാർബൺ ഡയോക്സൈഡ് വലിയ കാർബൺ ഡയോക്സൈഡ് ഇവോൾവ് ചെയ്തത് കൊണ്ടാണ് ബിഗ് ഹോൾസ് നമുക്ക് അതിൽ കാണുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം, the residue left after methane production from cattle dung is. ചോദ്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. The residue left after methane production from cattle dung. Okay. അപ്പോൾ കാറ്റിൽ ഡങ്ങിൽ നിന്ന് മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി റിമെയിൻ ചെയ്യുന്ന ആ റെസിഡ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? ഇറ്റ് ഇസ് ബേൺഡ്, അത് കത്തിച്ച് കളയുന്നു. ബയോഗ്യാസ് പ്ലാന്റിന്റെ കാര്യമാണ്. ഇറ്റ് ഇസ് ബറീഡ് ഇൻ ലാൻഡ് ഫിൽസ്. ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് മാനുവർ. ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ സിവിൽ കൺസ്ട്രക്ഷൻ. ഏതാണ് ആൻസർ വരുന്നത്? യെസ്, വേഗം വേഗം എല്ലാവരും സൂപ്പറായിട്ട് ആൻസർ പോരട്ടെ, സൂപ്പറായിട്ട് ആൻസർ പോരട്ടെ. സി, നമ്മുടെ ചാറ്റ് ബോക്സ് ഇങ്ങനെ എല്ലാ ആൻസേഴ്സ് മാത്രം ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ ഇറ്റ്സ് സോ നൈസ് ടു സീ. ഓക്കെ, യെസ്, സി, വെരി ഗുഡ്, വെരി ഗുഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് മാനുവർ. ഓക്കെ, ഗ്യാസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മൾ മാനുവറായിട്ട് വളമായിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തത്, മെത്തനോജൻസ് ഡു നോട്ട് പ്രൊഡ്യൂസ്. അതായത് ഇതിൽ എന്താണ് മീഥെയിൻ ഗ്യാസ് കോമ്പോസിഷൻ ഇല്ലാത്തത്? മീഥെയിൻ ഗ്യാസ് ഉണ്ടല്ലോ. അപ്പോൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മിക്സ്ചർ, റൈറ്റ്? അപ്പോൾ ബയോഗ്യാസ്, മീഥെയിൻ ഗ്യാസ് എന്നല്ല ബയോഗ്യാസ്, അതിൻ്റെ മെയിൻ ഗ്യാസ് ആണ് മീഥെയിൻ. ബാക്കി വരുന്ന ഗ്യാസ് എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ ബയോഗ്യാസ് എന്ന് പറയും. അപ്പോൾ ബയോഗ്യാസിൻ്റെ ഉള്ളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓക്സിജൻ, മീഥെയിൻ, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡയോക്സൈഡ്. Which is not including in this group of the gas which is produced by methanogens. Option A. Yes, of course, oxygen. ഓക്സിജനെ അലർജി ആണല്ലേ, മെത്തനോജൻസിനും അലർജിയാണ്. മീഥെയിൻ പ്രൊഡക്ഷൻ ഈ ഒരു സിറ്റുവേഷനിൽ ഓക്സിജൻ ഇല്ല. എവറിത്തിങ് ഇസ് അണ്ടർ അനേറോബിക് സിറ്റുവേഷൻ, റൈറ്റ്? ഓക്കെ, യാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ. Column 1 and column 2. Ladybird, mycorrhiza, biological control, biogas. ഇപ്പോഴത്തെ മെഥനോബാക്ടീരിയം, ട്രൈക്കോഡർമ, എഫിഡ്സ് ആൻഡ് ഗ്ലോമസ്. ഓക്കെ, മാച്ച് ചെയ്തോളൂ. മാച്ച് ചെയ്യൂ, മാച്ച് ചെയ്യൂ, മാച്ച് ചെയ്യൂ, മാച്ച് ചെയ്യൂ. വേഗം വേഗം വേഗം. നമ്മളുടെ സ്പീഡ്, ആക്യുറസി, ടൈം മാനേജ്മെൻറ്റ് ഒക്കെ ഉറപ്പായിട്ടും കൂടിയിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. 22 ക്വസ്റ്റ്യൻ. ദിസ് ഇസ് എ 22nd ക്വസ്റ്റ്യൻ ഐ ഗെസ്. ഓക്കെ, അപ്പം വേഗം ചെയ്യൂ, വേഗം ചെയ്യൂ. നമുക്കൊരു 10:30 ആകുമ്പോഴേക്കും എല്ലാ ക്വസ്റ്റ്യൻസും വൈൻഡ് അപ്പ് ചെയ്യണം എന്നാണ് നമ്മളുടെ ടാർഗറ്റ്. അപ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യണം. ഓക്കെ, മാച്ച് ചെയ്യൂ, മാച്ച് ചെയ്യൂ. ഓക്കെ, ഞാൻ മാച്ച് ചെയ്തിട്ടില്ല, നിങ്ങൾ മാച്ച് ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ. അപ്പം യെസ്, ബയോഗ്യാസിന് കാണുമ്പോൾ തന്നെ നമുക്ക് മെഥനോബാക്ടീരിയം കൊടുക്കാം. സോ D1 ഉള്ള ഓപ്ഷൻ. അപ്പോൾ D1 വന്നപ്പോഴത്തേക്കും നമുക്ക് ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, ഇനിയിപ്പം അടുത്ത് നോക്കാം. ലേഡി ബേർഡിനെ നമ്മൾ അഫിഡ്സിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ A3 ഞാൻ റാൻഡമായിട്ട് എനിക്ക് ഈസിയായ രണ്ടെണ്ണമാണ് ചൂസ് ചെയ്തത്. ഇതേപോലെ നിങ്ങൾക്ക് ഈസി ആയത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. യെസ്, അപ്പോൾ A3 കിട്ടി. ഇത് A2 ആണ്. അപ്പോഴത്തേക്കും ഇത് എനിക്ക് ഒഴിവാക്കി. ഇനി ജസ്റ്റ് ബാക്കി ഒന്ന് കൺഫേം ചെയ്താൽ മതി. B4 മൈക്കോറൈസ, ഗ്ലോമസ്. C2 ബയോളജിക്കൽ കൺട്രോൾ, ട്രൈക്കോഡർമ, റൈറ്റ്? യെസ്, ട്രൈക്കോഡർമയുള്ള റൂട്ട് വളരെ വലുതായിട്ടും ട്രൈക്കോഡർമ ഇല്ലാത്ത ചെറിയൊരു റൂട്ട് സിസ്റ്റമായിട്ട് പ്ലാന്റ് ഗ്രോ ചെയ്തിരിക്കുന്നത്. ട്രൈക്കോഡർമ ഉള്ളതിൽ വലുതായിട്ട് ഗ്രോ ചെയ്തു, ഇല്ലാത്തതിൽ കുറച്ച് മാത്രം ഗ്രോ ചെയ്തു. കമ്പയർ ചെയ്തിട്ടുള്ളൊരു പിക്ചറൊക്കെ നമ്മുടെ NCERT-ലുണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ B. ഓക്കെ, കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ആരും ഡൗട്ടൊന്നും ചോദിക്കുന്നില്ല. ഇനി അടുത്ത ചാപ്റ്റർ, ലിവിംഗ് വേൾഡ്. As we go from species to kingdom in a taxonomic hierarchy, the number of common characteristics, അതായത് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് അല്ലേ? അപ്പോൾ ഇതിൽ പറയുന്നു as we go from species to kingdom in a taxonomic hierarchy, the number of common characteristics, മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഓരോ ഗ്രൂപ്പിലുള്ള കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കൂടുവോ കുറയുവോ സെയിം ആയിട്ട് റിമെയിൻ ചെയ്യുമോ? ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യും, ചിലപ്പോൾ ഡിക്രീസ് ചെയ്യും. ഏതാണ്? മീനാക്ഷി,
യൂസർ മീതു. ഓക്കെ, വേഗം വേഗം എല്ലാവരും പറയൂ, എന്താണ് ഒരു കൺഫ്യൂഷൻ? കമൻസ് കുറഞ്ഞല്ലോ, എന്താണ് കൺഫ്യൂഷൻ? കമോൺ ക്യുക്ക്, വേഗം പറയടാ, വേഗം വേഗം. ബാലാജി എ, സുഹ ബി വന്നോ എൻ്റെ ഇടയ്ക്ക്? വെരി ഗുഡ്. ബിയും എയും വരണം, അതാണ് എനിക്ക് വേണ്ടത്. ബിയും എയും വന്ന് നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആവണം. ഞാൻ വെറുതെ പറഞ്ഞാണ്, നിങ്ങൾ പ്രോപ്പർ ആൻസർ മാത്രം ചെയ്താൽ മതി. ബി അല്ല, എ ആണ്. ശ്രദ്ധിക്കുക, നോക്ക്. സ്പീഷീസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? സിമിലർ ഓർഗാനിസം, സിമിലർ അല്ല, സെയിം ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. അവർ തമ്മിൽ റീപ്രൊഡ്യൂസ് ചെയ്യാം, ഫെർട്ടൈൽ ആയിട്ടുള്ള ഓഫ് സ്പ്രിങ്ങിനെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം അല്ലേ? മനുഷ്യന്മാർ തമ്മിലുള്ള കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലല്ലേ? ഇനിയിപ്പം ജീനസിലേക്ക് പോയി, അതിലേക്ക് ബാക്കി പ്രൈമേറ്റ്സ്, മറ്റ് പല പ്രൈമേറ്റ്സും അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ചിമ്പാൻസീനൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യൂ, നോക്കൂ. അപ്പം മുകളിലേക്ക് പോകും തോറും ജീനസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ ടൈപ്പ് ഓഫ് സ്പീഷീസ് ഇൻക്ലൂഡഡ് ആയി, ഒന്നിലധികം ടൈപ്പ് ഓഫ് സ്പീഷീസ് ഇൻക്ലൂഡഡ് ആയി. അപ്പം അവരുടെ ഇടയിൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കുറയല്ലേ ചെയ്യുന്നത്. ഇനി വീണ്ടും ഫാമിലിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഓർഡറിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വീണ്ടും ക്ലാസ്സിലേക്ക് പോകുന്നു. നോക്ക്, ഇപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? ഡോഗ് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡോഗ്, ക്യാറ്റ്, ടൈഗർ എല്ലാം കൂടെ വരുംല്ലേ ക്ലാസ് തൊട്ടേ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും. അവരുടെ ഇടയിലുള്ളത് എന്താ? കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കുറഞ്ഞു വരാ ചെയ്യുക. കിങ്ഡം അനിമേലിയ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഇൻസെക്ട് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. എല്ലാവരും തമ്മിലുള്ള കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കുറവാണ്. സ്പീഷീസിനുള്ളിലാണ് കൂടുതൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഷെയർ ചെയ്യുന്ന ഓർഗാനിസം. ഓക്കെ, സോ ദ ആൻസർ ഇസ് വിൽ ഡിക്രീസ്. ക്ലിയർ ആണോ? യെസ് ജിഷ്ണു, കുട്ടികളല്ലാത്തവർക്കും പറയാം. അപ്പം ആരാണ് ജിഷ്ണു? ആരാണ്? ഐഡൻറ്റിറ്റി ഒന്ന് വെളിപ്പെടുത്താമോ? ഐഡൻറ്റിറ്റി, ഐ ഹാവ് രജിസ്റ്റേർഡ് ഫോർ PhD. എം ഡി PhD എടുത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി എന്താ പറയുക, JRF നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, നെറ്റ് എക്സാം, CSIRൻ്റെ എക്സാംസ് ഉണ്ട്, KSCST ഫെലോഷിപ്പ് എക്സാംസ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് PhDക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സാംസും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് PhDക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബട്ട് നോട്ട് കംപ്ലീറ്റഡ്. ഫൈൻ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റെഡി? ആർ യു റെഡി ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇത് ക്ലിയർ ആണോ? ജസ്റ്റ് കമൻറ്റ് ചെയ്യാവോ? ഇത് തെറ്റിച്ച് പറഞ്ഞ ആളുകൾ ഇത് ക്ലിയർ ആണോ എന്നൊന്ന് പറയുകയാണെങ്കിൽ ഐ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഒരു ലാഗ്? ഇസ് ദർ എനി ഡിലേ? എന്തൊരു ഡിലേ? ഹോയ്, ആ കമൻറ്റ് ബോക്സ് ഇപ്പോൾ അനങ്ങുന്നില്ലല്ലോ. ഇസ് ദർ എനി ടെക്നിക്കൽ ഇഷ്യൂ? ആർ യു ഹിയർ ഗൈസ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാഗ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സഫിക്സസ് യൂസ്ഡ് ഫോർ യൂണിറ്റ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ പ്ലാന്റ്സ് ഇൻഡിക്കേറ്റ്സ് എ ടാക്സോണമിക് കാറ്റഗറി ഓഫ് ഫാമിലി? ഇതിൽ എയിൽസ് ആണോ, ഒനി ആണോ, എസി ആണോ, ജസ്റ്റ് എ ആണോ? ഇതിലേതാണ് ഫാമിലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫാമിലി ഈസി ആയിട്ട്. ലേറ്റ് ആയി. ഓക്കെ, യെസ്. ഓക്കെ, എന്തോ ഡിലേ വന്നതാണ്. സി, യെസ്, വെരി ഗുഡ്. നമുക്കറിയാം സൊളാനേസിയെ, ഫാബേസിയെ, മാൽവേസിയെ എല്ലാം എന്താ? AC ആണ്, ഫാമിലിയാണ്, പ്ലാന്റ്സിന്റെ ഫാമിലിയാണ് ചോദിച്ചിരിക്കുന്നത്. വെരി ഗുഡ്. അപ്പോൾ അടുത്ത ചോദ്യമേ, ദ ടേം സിസ്റ്റമാറ്റിക്സ് റിഫേഴ്സ് ടു. എന്താണ് സിസ്റ്റമാറ്റിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഐഡന്റിഫിക്കേഷൻ ആൻഡ് സ്റ്റഡി ഓഫ് ഓർഗൻ സിസ്റ്റംസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഐഡന്റിഫിക്കേഷൻ, പ്രിസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, diversity of kinds of organism and their relationship, study of habitats of organism and their classification. ആൻസർ ചെയ്തോളൂ, പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ. സി പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, നിങ്ങൾ ഇതിലും സി പറയുന്നുണ്ട്, സിയും എയും പറയുന്നുണ്ട്. നോക്ക്, സിയും എയും പറയുന്നുണ്ടല്ലേ. അപ്പം ഐഡന്റിഫിക്കേഷൻ, സ്റ്റഡി ഓഫ് ഓർഗൻ സിസ്റ്റംസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്.
എന്താണ് എ പറയാനുള്ള കാരണം? എന്താണ് നിങ്ങൾ എ പറയാനുള്ള കാരണം? ഓർഗൻ സിസ്റ്റംസിനെ കുറിച്ചുള്ള പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെ ഓർഗൻ സിസ്റ്റംസിനെ കുറിച്ചുള്ള സ്റ്റഡി ആൻഡ് ഐഡന്റിഫിക്കേഷൻ. ഇതിപ്പം നോക്കട്ടെ, ഇതിപ്പോൾ ഓർഗാനിസംസ് ആണെന്ന് വിചാരിച്ചോ, മിസ്റ്റേക്ക് ആണ്, ഓർഗാനിസംസ്. ഓക്കെ, അപ്പോൾ ഐഡന്റിഫിക്കേഷൻ സ്റ്റഡി ഓഫ് ഓർഗാനിസംസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇവരുടെ ഐഡന്റിഫിക്കേഷനെയും സ്റ്റഡിയുടെയും പേരാണോ സിസ്റ്റമാറ്റിക്സ്? ആലോചിച്ച് നോക്കൂ. ഐഡന്റിഫിക്കേഷൻ, പ്രിസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, diversity of kinds of organisms and their relationship, study of habitats of organism and their classification. Okay, ഈ പറഞ്ഞ ഐഡന്റിഫിക്കേഷനും ക്ലാസിഫിക്കേഷനും നോമൻക്ലേച്ചറും ഒക്കെ വന്നാലും എന്താണ്, ജസ്റ്റ് ആ ഒരു പ്രോസസ്സ് നമ്മൾ ടാക്സോണമി എന്നാ പറയുക. അതിൻ്റെ കൂടെ അവർ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പിനെയും കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സിസ്റ്റമാറ്റിക്സ്. ക്ലിയർ? സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ടാക്സോണമിക്കപ്പുറം അവർ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് ദാറ്റ്സ് വൈ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ഡൈവേഴ്സിറ്റി ഓഫ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദർ റിലേഷൻഷിപ്പ്. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് സിസ്റ്റമാറ്റിക്സ്. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്ത ചോദ്യമേ, ജീനസ് റെപ്രസെന്റ്സ്. ജീനസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? An individual plant or animal, a collection of plants or animals, a group of closely related species of plants or animals, none of these. ഇതിൽ ജീനസ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ജീനസ്, വാട്ട് യു മീൻ ബൈ ജീനസ്? റീനീറ്റിന്റെ ഡേറ്റ് മാറ്റിയോ? ഇല്ലാലോ, ഞാൻ ഈ ലൈവിൽ കയറുന്നവരെ മാറ്റിയിട്ടില്ല. കയറുന്നവരെ ഡേറ്റ് മാറ്റിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. ആഫ്റ്റർ ദാറ്റ് അറിയില്ല കേട്ടോ. ആഫ്റ്റർ ദാറ്റ് എനിക്കറിയില്ല. അതെന്താ അങ്ങനെ ചോദിച്ചത്? എ ഓർ ഡിയോ? എന്താണ്? ജീനസ് റെപ്രസെന്റ്സ് ആൻ ഇൻഡിവിജ്വൽ പ്ലാന്റ് ഓർ ആനിമലോ? അടി വാങ്ങും. ഏതെങ്കിലും ഒരു പ്ലാന്റിനോ ആനിമലിനോ നമ്മൾ ജീനസ് എന്നാണോ പറയാ? അവരൊരു സ്പീഷീസിൽ ബിലോങ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ ഇത് തെറ്റ്. ഡി, നൺ ഓഫ് ദീസോ? അതും അല്ല. നോക്ക്, ജീനസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ്. ഒന്നിലധികം സ്പീഷീസ് കൂടി ചേർന്നാണ് ജീനസ്, അല്ലേ? ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഓർ ആനിമൽസ്. ഒരു ജീനസിന്റെ ഉള്ളിൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്. ഓക്കെ, ക്ലിയർ? സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഇതിലെന്താ കൺഫ്യൂഷൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ക്ലിയർ ആണോ? ആ പറഞ്ഞ ചിലവർ പറയുന്നു മാറ്റിയെന്ന്. നോം അറിഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു ബ്രേക്ക് തരും. ഒരു 9:30 ആകുമ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഞാൻ ഇതുവരെ എന്താണെങ്കിലും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, യെസ്, സി. അപ്പൊ അടുത്ത ചോദ്യം, ദ ടാക്സോണമിക് യൂണിറ്റ് phylum in the classification of animals is equivalent to which hierarchical level in classification of plants? ടാക്സോണമിക് യൂണിറ്റ് ഫൈലം അനിമൽസിൽ പറയുന്നു. അതിന് ഈക്വലൻ്റ് ആയിട്ട് പ്ലാന്റ്സിൽ നമ്മൾ എന്താണ് പറയുന്ന ടാക്സോണമിക് യൂണിറ്റ്? ക്ലാസ് എന്നാണോ, ഓർഡർ എന്നാണോ, ഡിവിഷൻ എന്നാണോ, ഫാമിലി എന്നാണോ? എന്ന് വെച്ചാൽ ഫൈലത്തിന് പകരമായിട്ട് പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജി. ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. യെസ്, ഓപ്ഷൻ സി, ഡിവിഷൻ. വെരി ഗുഡ്, റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, all eukaryotic unicellular organisms belong to. നോക്കണേ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചാപ്റ്റർ ആണ്. നമ്മൾ 5 കിങ്ഡത്തിലുള്ളവരെ, മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ, ഓരോരുത്തരുടെയും സെൽ എങ്ങനെയാണ്? യൂക്യാരിയോട്ട് ആണോ, പ്രോക്യാരിയോട്ട് ആണോ, യൂണിസെല്ലുലാർ ആണോ, മൾട്ടിസെല്ലുലാർ ആണോ, ഓട്ടോട്രോഫിക് ആണോ, ഹെറ്ററോട്രോഫിക് ആണോ, സാപ്രോഫൈറ്റിക് ആണോ, സാപ്രോട്രോഫിക് ആണോ? ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് വെച്ച് പഠിച്ചു അല്ലേ? അപ്പം യൂക്യാരിയോട്ടിക്കും ആണ്, യൂണിസെല്ലുലാറും ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഓർഗാനിസം ഏത് കാറ്റഗറിയിൽ ബിലോങ് ചെയ്യും? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, ബാക്ടീരിയ. ഏത് ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യും? എയും ബി അല്ല, ബി മാത്രമേ ആൻസർ വന്നിട്ടുള്ളൂ. യെസ്, പ്രോട്ടിസ്റ്റ. അതായത് നമ്മുടെ അമീബയൊക്കെ വരുന്ന കാറ്റഗറിയാണ്. എന്ന് വെച്ചാൽ അവർ എപ്പോഴും എന്താ? യൂണിസെല്ലുലാർ ആയിരിക്കും, പക്ഷെ എന്താ? യൂക്യാരിയോട്സും ആയിരിക്കും. യൂണിസെല്ലുലാർ,
പ്രോക്യാരിയോട്ട് ആണെങ്കിൽ മേ ബി നമുക്ക് എന്താണ് മൊണീറയിലൊക്കെ പോവും. പക്ഷേ ഉറപ്പായിട്ടും നമ്മുടെ പ്രോട്ടിസ്റ്റിലുള്ള എല്ലാവരും എന്താണ് യൂക്യാരിയോട്ട് ആണ്, പക്ഷെ യൂണിസെല്ലുലാർ ആണ്. ക്ലിയർ? മൊണീറ ബാക്ടീരിയ, രണ്ട് മൊണീറയുടെ ഉള്ളിൽ വരുന്നവരാണ് ബാക്ടീരിയ. നമ്മളുടെ ഫംഗൈ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി എന്താണ് മെജോറിറ്റി അവരെന്ത് തന്നെയാണ് മൾട്ടി സെല്ലുലാർ തന്നെയാണ്. ക്ലിയർ? അപ്പോൾ അടുത്ത ചോദ്യമേ, ദ 5 kingdom classification was proposed by 5 kingdom classification ആരാണ് പ്രപ്പോസ് ചെയ്തത്? R.H. Whittaker, കാർൽ ലിനേസ്, A. Roxburgh, Virchow. ആരാണ് 5 kingdom classification പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? Who proposed the 5 kingdom classification? Who proposed? Yes, R.H. Whittaker. Very good. കൺഫ്യൂഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, an association between roots of higher plants and fungus is called. An association between roots of higher plants and fungus, അതായത് ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും ഫംഗസും തമ്മിലുള്ള അസോസിയേഷൻ എന്ത് പറയും? അപ്പം ലൈക്കൻ, ഫേൺ, മൈക്രോറൈസ, BGA. അപ്പോൾ ഇതിൽ എന്താണ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സും ഫംഗസും തമ്മിലുള്ള അസോസിയേഷൻ നമ്മൾ പറയുന്നത്? ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് ഓപ്ഷൻ സി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിൽ മൈക്കോ ആണ് ദ ഫംഗൽ പാർട്ട്, റൈസ ആണ് റൂട്ട്സ് എന്ന ഭാഗത്തിനെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യമേ, ഡിഫറൻസ് ബിറ്റ്വീൻ വൈറസ് ആൻഡ് വൈറോയിഡ്സ്. വൈറസും വൈറോയിഡും തമ്മിലുള്ള ഡിഫറൻസ്. ആബ്സെൻസ് ഓഫ് പ്രോട്ടീൻ കോട്ട് ഇൻ വൈറോയിഡ് ബട്ട് പ്രസന്റ് ഇൻ വൈറസ്. Presence of low molecular weight RNA in the virus but absent in viroid. Both A and B, none of the above. None of the above. A C A C എയും സിയും വരുന്നുണ്ട്. അതെങ്ങനെയാണ്? എയും ബിയും വരുന്നത്? എയും ബിയും പരസ്പരം ബന്ധമില്ലാത്തതല്ലേ? അപ്പോൾ ഇങ്ങനെ എയും ബിയും ആൻസർ വരുന്നത്? നോക്ക്, വൈറസ് ആൻഡ് വൈറോയിഡ് തമ്മിലുള്ള വ്യത്യാസമാണ്. ആബ്സെൻസ് ഓഫ് പ്രോട്ടീൻ കോട്ട് ഇൻ വൈറോയിഡ് കറക്റ്റ് ആണ്, ബട്ട് പ്രസന്റ് ഇൻ വൈറസ്. ശരിയല്ലേ? വൈറസ് എന്ന് പറയുമ്പോൾ ജനറ്റിക് മെറ്റീരിയൽ പ്ലസ് പ്രോട്ടീൻ കോട്ടാണ്, റൈറ്റ്? വൈറോയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോട്ടീൻ കോട്ടില്ല, ജസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ. ദാറ്റ്സ് ട്രൂ, റൈറ്റ്? അടുത്തത്, പ്രസൻസ് ഓഫ് ലോ മോളിക്കുലാർ വെയിറ്റ് RNA ഇൻ ദ വൈറസ് ബട്ട് ആബ്സെന്റ് ഇൻ വൈറോയിഡ്. വൈറോയിഡിൽ RNA ആബ്സെന്റ് ആണ് എന്നാണ് പറയുന്നത്. ശരിയാണോ? തെറ്റല്ലേ? തെറ്റാണ്. അപ്പോൾ ഇതും ശരിയാവില്ല, നൺ ഓഫ് ദി അബോവും ശരിയാവില്ല. ആൻസർ ഇസ് ഓപ്ഷൻ എ. കറക്റ്റ്? ക്ലിയർ? യെസ്, വെരി ഗുഡ്. അപ്പോൾ അടുത്ത ചോദ്യം, സി വരില്ല. ക്ലിയർ ആയോ? പാവാജി. ഇസ് ദാറ്റ് ക്ലിയർ? Is that clear for you, Pavaji? Listen, what is the option B? Presence of low molecular weight RNA in the virus but absent in viroid. It is telling that RNA is absent in viroid. The statement itself is wrong. So we can avoid or eliminate this statement. So obviously this is also wrong. Right answer is option A. Okay. Clear? Is that clear for you, Pavaji? Okay. Yes. Good. So the next question, viruses are non-cellular organisms but replicate themselves one day infect the host cell. Okay. To which of the following kingdom do viruses belong to? Viruses belong to which of the following? Is that belonging to Monera, Protista, Fungi or none of the above? Where do virus belong to? Which is a category of virus? Is it a Monera? Is it a Protista? Is it a fungi or none of the above? Yes, very good. Okay, we can't classify virus into any of these groups. Okay, like virus is not, അതായത് virus എന്ന് പറയുന്നത് ലിവിങ് അല്ല, അതിനൊരു ലിവിങ് പ്രോപ്പർട്ടി കിട്ടണമെങ്കിൽ ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിൽ എത്തണം. പുറമേ നിൽക്കുകയാണെങ്കിൽ അത് നോൺ ലിവിങ് പ്രോപ്പർട്ടി ആണ് കാണിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ അടുത്ത ചോദ്യം, എഡാഫിക് ഫാക്ടർ റിഫേഴ്സ് ടു. എഡാഫിക് എന്ന ടേം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? വാട്ടർ, സോയിൽ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ആൾട്ടിറ്റ്യൂഡ്.
എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എഡാഫിക് ഫാക്ടർ എന്ന് പറയുന്ന ടേം. വാട്ടർ ആണോ, സോയിൽ ആണോ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണോ, ആൾട്ടിറ്റ്യൂഡ് ആണോ? അടുത്ത ചോദ്യം വേഗം ആൻസർ ചെയ്യണേ, വേഗം ആൻസർ ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഡാഫിക് ഫാക്ടർ എന്ന ടേം എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? വാട്ടർ, സോയിൽ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ആൾട്ടിറ്റ്യൂഡ്. ഏതാണ്? ഡി ആണോ, ആൾട്ടിറ്റ്യൂഡ് ആണോ? നോ നോ നോ, ഇറ്റ്സ് സോയിൽ. എഴുതി വെച്ചോളൂ, അറിയില്ലാത്ത ആളുകൾ. എഡാഫിക് എന്ന ടേം സോയിലുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് ആവർത്തിച്ച് പറയുകയാണ്. NCERT എക്സംപ്ലർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നീറ്റ് എക്സാമിന് വരാറുണ്ട്. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ല, NCERTയിൽ തന്നിരിക്കുന്ന NCERT എക്സംപ്ലർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, കോൺസെപ്റ്റ് ഏത് ചാപ്റ്ററിലാണ്? ഇത് ഇക്കോളജി യൂണിറ്റിലാണ് കേട്ടോ. ഇക്കോളജി യൂണിറ്റിലാണ്. ഇക്കോളജി യൂണിറ്റിൽ NCERT എക്സംപ്ലർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം NCERTയിലെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നു, ഇവർ എക്സംപ്ലർ ക്വസ്റ്റ്യൻസിന് ചോദ്യം ചോദിക്കും, അതേപോലെ ഇൻട്രൊഡക്ഷന് ക്വസ്റ്റ്യൻ ചോദിക്കും, സമ്മറിന്നും അവിടുന്ന് വേണമെങ്കിലും ചോദ്യം ചോദിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ എക്സംപ്ലർ ക്വസ്റ്റ്യൻസ് പോലും പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് പിരമിഡ് ഓഫ് നമ്പേഴ്സ്. നമ്പേഴ്സിന്റെ പിരമിഡ് നമുക്ക് 3 പിരമിഡ്സ് ആണ്. പിരമിഡ് ഓഫ് എനർജി, പിരമിഡ് ഓഫ് ബയോമാസ് ആൻഡ് പിരമിഡ് ഓഫ് നമ്പർ അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പിരമിഡ് ഓഫ് നമ്പർ ഇസ് always upright, always inverted, either upright or inverted, neither upright nor inverted. ഏതാണ് ഉത്തരം? Which is the answer? ഇക്കോളജി, സുവോളജി ആണോ, ബോട്ടണി ആണോ? ഇക്കോളജി നീറ്റ് എക്സാമിന് ബോട്ടണി പാർട്ടിലാണ് വരുന്നത്. ഓക്കെ, ഇക്കോളജി യൂണിറ്റ് നീറ്റ് എക്സാമിൻ്റെ കേസിൽ ബോട്ടണിയുടെ സെഷനിലേക്കാണ് വരുന്നത്. നമ്മൾ ബോർഡ് എക്സാം നോക്കുകയാണെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ചാപ്റ്റർ ആക്ച്വലി സുവോളജി പാർട്ടിലാണ് വരുന്നത്. സി ആണ് ആൻസർ പറയുന്നത്. ഐദർ അപ്രൈറ്റ് ഓർ ഇൻവേർട്ടഡ്. ഓക്കെ ആണ്, കറക്റ്റ് ആണ്. കാരണം ഇപ്പം നമ്മൾ പിരമിഡ് ഓഫ് നമ്പർ അല്ലേ. അപ്പോൾ ഒരു ട്രീ എടുത്ത് നോക്കുകയാണെങ്കിൽ ട്രീ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ആണ്, ഫസ്റ്റ് വൺ ആണ്. ഓക്കെ, ഒരു ട്രീ എടുത്ത് നോക്കിയാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കൺസ്യൂമേഴ്സ് കാണാൻ പറ്റും അല്ലേ, പല റേഞ്ചിൽ നിൽക്കുന്ന കൺസ്യൂമേഴ്സ്. സോ ആ കേസിൽ ഇതെന്താ, ഇൻവേർട്ടഡ് ആണ്. അതേസമയം നമ്മളൊരു ഗ്രാസ് ലാൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്രാസിൻ്റെ എണ്ണം ഒരുപാടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഗ്രാസ് ഹോപ്പറിൻ്റെ എണ്ണം അല്ലെങ്കിൽ അതിനെ കഴിക്കുന്ന ലൈക്ക് വേറൊരു ഇൻസെക്റ്റിൻ്റെ ഫ്രോഗിൻ്റെ എണ്ണം അതിലും കുറവായിരിക്കും. ഓക്കെ, സോ 2 എക്സാമ്പിൾ എടുത്ത്, ഒന്ന് ഇൻവേർട്ടഡ് ആണെങ്കിൽ ഒന്ന് അപ്രൈറ്റ് ആണ്. സോ ഐദർ അപ്രൈറ്റ് ഓർ ഇൻവേർട്ടഡ്. ക്ലിയർ? അപ്പോൾ അടുത്ത ചോദ്യം എടുത്തോട്ടെ. അടുത്ത ചോദ്യം, അപ്രോക്സിമേറ്റ്ലി how much of the solar energy that falls on the leaves of a plant is converted to chemical energy by photosynthesis? അതായത് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള റേഡിയേഷൻ ഉണ്ട്. നമ്മളുടെ സൺ എമിറ്റ് ചെയ്യുന്ന സോളാർ റേഡിയേഷനിൽ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റേഡിയേഷൻ റേഞ്ച് ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് എത്രത്തോളമാണ് എന്താണ് ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് പ്ലാന്റ് കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ലെസ് ദാൻ 1%, 2 to 10%, 30%, 50%. ഓക്കെ, മൊത്തം ഇൻസിഡൻ്റ് ആയിട്ടുള്ള സോളാർ റേഡിയേഷനിൽ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള റേഡിയേഷൻ അതിൽ എത്ര പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നു? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, വെരി ഗുഡ്. ഷുവർ ആയിട്ട് ബി പറഞ്ഞിരിക്കുന്നു ബാലാജി. ഇറ്റ് ഇസ് 2 to 10%. വെരി ഗുഡ്, വെരി ഗുഡ്. ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യമേ യെസ്. അപ്പോൾ അടുത്ത ചോദ്യം, ആൻ ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ വിച്ച് ഇക്കോസിസ്റ്റം? ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ മൊത്തം ബയോമാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തൊട്ട് പ്രൈമറി കൺസ്യൂമേഴ്സിനേക്കാൾ കുറവായിരിക്കും ബയോമാസ്. ഓക്കെ, ഇനിയിപ്പം പ്രൈമറി കൺസ്യൂമേഴ്സിൻ്റെ ബയോമാസ് സെക്കൻഡറി കൺസ്യൂമേഴ്സിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഫോറസ്റ്റ്, മറൈൻ, ഗ്രാസ് ലാൻഡ്, തുന്ദ്ര. ഇതിലെവിടെയാണ് കാണാൻ പറ്റുക? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് മറൈൻ അല്ലേ, നമ്മൾ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത്രയും മൈന്യൂട്ടാണ്. അപ്പം ഫൈറ്റോ പ്ലാങ്ക്ടൺസിൻ്റെ ബയോമാസ് കുറവ്.
അവരെ കൺസ്യൂം ചെയ്യുന്ന സൂ പ്ലാങ്ക്ടൺ അതിലും കൂടുതലായിരിക്കും. അതിനെ കൺസ്യൂം ചെയ്യുന്ന സ്മോൾ ഫിഷസ് അതിലും കൂടുതലായിരിക്കും. അവരെ കൺസ്യൂം ചെയ്ത് ലാർജ് ഫിഷസിന്റെ ബയോമാസ് അതിലും കൂടുതലായിരിക്കും. സോ ബി, മറൈൻ ഇസ് ദി എക്സാമ്പിൾ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, അമൻസാലിസം is an association between two species where one species is harmed and another is benefited. One species is harmed and another is unaffected. One species is benefited and another is unaffected. Both species are harmed. Okay. ഇതിൽ ഏതാണ് അമൻസാലിസം? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻട്രാക്ഷൻസ്, ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രാക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിൽ അമൻസാലിസം എന്താണ്? അമൻസാലിസം എന്ന് പറയുമ്പോൾ ഒരാൾ ഹാംഡും ഒരാൾക്ക് ന്യൂട്രൽ ഇഫക്റ്റും. കമൻസാലിസം ആണെങ്കിൽ ഒരാൾക്ക് പോസിറ്റീവ് ഇഫക്റ്റും ഒരാൾക്ക് ന്യൂട്രൽ ഇഫക്റ്റും ആയിരിക്കും. ക്ലിയർ? ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈക്കൻസ് ആർ ആൻ അസോസിയേഷൻ ഓഫ്. ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്കൻസ് ആർ ആൻ അസോസിയേഷൻ ഓഫ് ബാക്ടീരിയ ആൻഡ് ഫംഗസ്, ആൽഗെ ആൻഡ് ബാക്ടീരിയം, ഫംഗസ് ആൻഡ് ആൽഗെ, ഫംഗസ് ആൻഡ് വൈറസ്, ഫോട്ടോബയോണ്ടും അതേപോലെ മൈക്രോബയോണ്ടും അല്ലേ? രണ്ട് പാർട്ട്നേഴ്സ് ആണുള്ളത്. അതിൽ ലൈക്കൻസ് എന്തിന്റെ അസോസിയേഷൻ ആണ്? ലൈക്കൻസ് എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് യെസ് ഫംഗസ് ആൻഡ് ആൽഗെ, മൈക്രോബയോണ്ട് ആൻഡ് ഫോട്ടോബയോണ്ട്, ഫൈക്കോബയോണ്ട്. ഓക്കെ, അടുത്തത്. ഓക്കെ, എ പോപ്പുലേഷൻ ഹാസ് more young individuals compared to older individuals. Okay, അതായത് ചെറിയ പ്രായത്തിലുള്ള ആളുകൾ ഓൾഡർ ഇൻഡിവിജ്വൽസിനേക്കാൾ എണ്ണത്തിൽ കൂടുതലാണ്. വാട്ട് വുഡ് ബി ദ സ്റ്റേറ്റസ് ഓഫ് ദ പോപ്പുലേഷൻ ആഫ്റ്റർ സം ഇയേഴ്സ്? ഇങ്ങനെയുള്ള പോപ്പുലേഷനിൽ കുറച്ച് വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ സ്റ്റേറ്റസ്? ഇറ്റ് വിൽ ഡിക്ലൈൻ. പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യും. പോപ്പുലേഷൻ ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്യും എന്നാണ്. പോപ്പുലേഷൻ ഗ്രോത്ത് സ്റ്റേബിൾ ആയിരിക്കും. പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യും. ഇറ്റ് വിൽ ഫസ്റ്റ് ഡിക്ലൈൻ ആൻഡ് ദെൻ സ്റ്റെബിലൈസ്. ആദ്യം കുറയും പിന്നെ സ്റ്റേബിൾ ആകും. Which is the right answer? ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഒബ്വിയസ്ലി എന്താണ്? ഇറ്റ് വിൽ ഡിക്രീസ്. കാരണം എന്താ? യങ് ഏജ് ഗ്രൂപ്പിലുള്ളവർ കൂടുതലാണ്. അപ്പോൾ അവരെന്താ? അവർ റീപ്രൊഡ്യൂസിബിൾ ഏജ് ഗ്രൂപ്പിലെത്തും, കുറേ റീപ്രൊഡ്യൂസ് ചെയ്യും. ഓൾറെഡി ഏജ് ഗ്രൂപ്പ്സിലുള്ളവരേക്കാൾ കൂടുതലാണ് നമ്പർ. സോ ദ പോപ്പുലേഷൻ ഇസ് ഗ്രോയിങ്. ഓക്കെ, ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ചോദ്യം, വാട്ട് പാരാമീറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ ടൈഗർ സെൻസസ് ഇൻ ആ കൺട്രീസ് നാഷണൽ പാർക്ക് ആൻഡ് സാങ്ച്വറീസ്? അത് ടൈഗർ സെൻസസ് അവരുടെ നമ്പർ നമ്മൾ എന്ത് വെച്ചിട്ടാണ് എടുക്കുന്നത്? പഗ് മാർക്സ് ഓൺലി, പഗ് മാർക്സ് ആൻഡ് ഫീക്കൽ പെല്ലറ്റ്സ് ഓൺലി, ആക്ച്വൽ ഹെഡ് കൗണ്ട്സ്. അതായത് ഒറിജിനലായിട്ട് എല്ലാ കടുവേനെയും നിരത്തി പിടിച്ചിട്ട് തലയെണ്ണം എടുക്കുകയാണോ, അല്ലെങ്കിൽ അവരുടെ ഫീക്കൽ പെല്ലറ്റ്സ് മാത്രം, പെല്ലറ്റ്സിൻ്റെ എണ്ണം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണോ? അവരുടെ പഗ് മാർക്സ് ഫീക്കൽ പെല്ലറ്റ് നോക്കുമോ? പഗ് മാർക്സ് മാത്രമേ നോക്കുകയുള്ളൂ. സിയും ബിയും ഒക്കെ വരുന്നുണ്ട്. പഗ് മാർക്സ് ആൻഡ് ഫീക്കൽ പെല്ലറ്റ്സ്. പഗ് മാർക്ക് കാല് ചവിട്ടിയ ഒരു ലൈക്ക് അവരുടെ ചവിട്ടിയ പഗ് മാർക്കില്ലേ, അതും പെല്ലറ്റ്സും കൂടിയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ഫീക്കൽ പെല്ലറ്റ്സും കൂടിയാണ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ചോദ്യമേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് നെസസറിലി ഡിക്രീസ് ദ ഡെൻസിറ്റി ഓഫ് എ പോപ്പുലേഷൻ ഇൻ എ ഗിവൺ ഹാബിറ്ററ്റ്? ഇതിൽ എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിക്രീസിന് കാരണമാവുന്നത്? വുഡ് നെസസറിലി ഡിക്രീസ്. പോപ്പുലേഷൻ ഡിക്രീസ് ആവുന്നതിന് റീസൺ നേറ്റാലിറ്റി ഗ്രേറ്റർ ദാൻ മോർട്ടാലിറ്റി, ജനനം മരണത്തേക്കാൾ കൂടിയാൽ. ഇമിഗ്രേഷൻ ഗ്രേറ്റർ ദാൻ എമിഗ്രേഷൻ, ഉള്ളിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് വരുന്നത് പുറത്തേക്ക് പോകുന്ന എമിഗ്രേഷനേക്കാൾ കൂടിയാൽ. മോർട്ടാലിറ്റിയും എമിഗ്രേഷനും, മരണവും പുറത്തേക്ക് പോകുന്ന എമിഗ്രേഷനും കൂടിയാൽ. നേറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ, ജനനം ആൻഡ് ഇമിഗ്രേഷൻ കൂടിയാൽ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, ഓപ്ഷൻ സി. അതായത് മരണവും പുറത്തേക്കുള്ള മൈഗ്രേഷനും കൂടിയാലാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ, റൈറ്റ്? അപ്പോൾ അടുത്ത ചോദ്യം, a protozoan reproduces by binary fission. Okay, protozoan reproduces by binary fission. Binary fission അറിയാം, ഒന്ന് ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് മാറുന്നു അല്ലേ? ഓക്കെ, വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് പ്രോട്ടോസോവൻസ് ഇൻ ഇറ്റ് പോപ്പുലേഷൻ ആഫ്റ്റർ 6 ജനറേഷൻ? ഓക്കെ, ഒരു പ്രോട്ടോസോവനെ എടുത്ത് നോക്കുകയാണെങ്കിൽ 6 ജനറേഷന് ശേഷം എത്രയായിരിക്കും അതിൻ്റെ നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേഗം ആൻസർ പറയൂ. കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേഗം ആൻസർ പറയൂ. ആഫ്റ്റർ കാൽക്കുലേഷൻ പ്ലീസ് ലെറ്റ് മീ നോ ദി ആൻസേഴ്സ്. സി, ഇത്ര പെട്ടെന്ന് പറഞ്ഞോ?
അപ്പോൾ നമ്മളിവിടെ ഏത് ഫോർമുല അപ്ലൈ ചെയ്യുക? 2n അല്ലേ, 6th ജനറേഷൻ ആണ്, 2/6, റൈറ്റ്? എന്ന് വെച്ചാൽ ഫസ്റ്റ് ജനറേഷൻ n = 1 ആണ്, അപ്പോഴത്തേക്കും 2 എണ്ണം അല്ലേ കിട്ടുക. സെക്കൻഡ് ജനറേഷൻ കഴിയുമ്പോഴത്തേക്കും അതെന്താ 1, 2 ആവും. സോ ടോട്ടലി നമുക്ക് 4 എണ്ണം കിട്ടും, റൈറ്റ്? യെസ്. അപ്പോൾ 2/1 2 ആണ്, 2/2 4 ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2/6 എന്ന് പറയുന്നത് എത്ര കിട്ടുക? 64 ആണ് കിട്ടുക. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ? യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, ഇക്കോട്ടോൺ ഇസ്. എന്താണ് ഇക്കോട്ടോൺ? polluted area, bottom of a lake, a zone of transition between two communities, a zone of developing community. ഇതിൽ എന്തിനാണ് നമ്മൾ ഇക്കോട്ടോൺ എന്ന് പറയുന്നത്? ഇക്കോട്ടോൺ ആൻഡ് എഡ്ജ് ഇഫക്റ്റ് അല്ലേ? ഇക്കോട്ടോൺ നടക്കുന്ന ആ ഏരിയയിലെ എഡ്ജ് ഇഫക്റ്റ് കൂടുതലാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കോട്ടോൺ എന്താ? പൊല്യൂഷൻ നടക്കുന്ന ഏരിയ ആണോ, ലേക്കിൻ്റെ ബോട്ടം ആണോ, അല്ലെങ്കിൽ രണ്ട് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ രണ്ട് ഹാബിറ്റാറ്റിൻ്റെ ഇടയിൽ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ഹാബിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റാറ്റിൽ നിന്ന് മറ്റേ ഹാബിറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, യെസ്, ഒരു ടൈപ്പ് ഓഫ് ഹാബിറ്റാറ്റ്. ഹാബിറ്റാറ്റ് എന്ന് പറയാം. ഒരു ഹാബിറ്റാറ്റിൽ നിന്ന് വേറൊരു ഹാബിറ്റാറ്റിലേക്കുള്ള ഇടയിലുള്ള ആ ഒരു ട്രാൻസിഷൻ നടക്കുന്ന ഏരിയ, സോൺ ഓഫ് ഡെവലപ്പിംഗ് കമ്മ്യൂണിറ്റി. വിച്ച് ഇസ് ആൻസർ ബി പറഞ്ഞിട്ടുണ്ടല്ലോ. ബോട്ടം ഓഫ് എ ലേക്കിനാണോ ഇക്കോട്ടോൺ എന്ന് പറയുക? അല്ല, സി, സോൺ ഓഫ് ട്രാൻസിഷൻ ബിറ്റ്വീൻ ടു കമ്മ്യൂണിറ്റീസ്. ഓക്കെ, അതായത് ഇപ്പം നമ്മളൊരു മാൻഗ്രൂവ്സ് എടുക്കുന്നു, അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഒരു ബീച്ച് എടുക്കുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു ട്രാൻസിഷൻ ഏരിയ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തിനാണ് ഇക്കോട്ടോൺ എന്ന് പറയുന്നത്. ആ ഇക്കോട്ടോൺ ഉള്ള ആ ട്രാൻസിഷൻ ഏരിയയിൽ നമ്മളുടെ റിച്ച്നെസ് അല്ലെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അതിനാണ് നമ്മൾ എഡ്ജ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം കേട്ടോ. ബയോസ്ഫിയറസ്. എന്താണ് ബയോസ്ഫിയർ? എ കോമ്പണന്റ് ഓഫ് ദി ഇക്കോസിസ്റ്റം composed of the plants present in the soil, life in the outer space, composed of all living organisms present on earth which interact the physical environment. Okay, ഇതിൽ എന്തിനാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി ബയോസ്ഫിയർ എന്ന് പറയുന്നത്? ബയോസ്ഫിയർ കോമ്പണന്റ് ഇൻ ദ ഇക്കോസിസ്റ്റം അല്ല, ബയോസ്ഫിയറിന്റെ ഉള്ളിൽ വരുന്നതാണ് ഇക്കോസിസ്റ്റം. കമ്പോസ്ഡ് ഓഫ് പ്ലാന്റ്സ് പ്രസന്റ് ഇൻ ദ സോയിൽ. സോയിലുള്ള പ്ലാന്റ്സിനെ മാത്രം കൂട്ടിയിട്ട് പറയുന്നതാണ് ബയോസ്ഫിയർ. അല്ല, ലൈഫ് ഇൻ ഔട്ടർ സ്പേസ് ഒരിക്കലും അല്ല. കമ്പോസ്ഡ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം പ്രസന്റ് ഓൺ എർത്ത്. അതായത് ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ആ ഒരു പാർട്ട് ഓഫ് എർത്തിന്റെ എല്ലാ ലിവിങ് ബീങ്സും, നോക്ക്, ഓൾ ലിവിങ് ഓർഗാനിസംസ് ഉള്ള പാർട്ട് which interact the physical environment. ആ physical environment അവരുടെ interaction and all together those organisms together is known as biosphere, right? Okay, so the right answer is option D. Very good. അപ്പോൾ അടുത്ത ചോദ്യം, the ecological niche is. എന്താണ് niche? Niche എന്ന് പറയുന്നത് എന്താണ്? The surface area of the ocean, an ecologically adapted zone, the physical position and functional role of a species within the community. Then the solution. Okay, formed of all plants and animals living at the bottom of a lake. ഇതിൽ എന്തിനാണ് നമ്മൾ ഇക്കോളജിക്കൽ നിഷ് എന്ന് പറയുന്നത്? നിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഉപമ പറയുകയാണെങ്കിൽ നമ്മളുടെ വീട് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു അഡ്രസ് പ്ലസ് നമ്മൾ ചെയ്യുന്ന ജോലി, അതാണ് നമ്മളുടെ നിഷ്. ഒരു ഉപമയാണ്, റിയൽ ആയിട്ട് അങ്ങനെയല്ല. അപ്പോൾ ഒരാളുടെ അഡ്രസ്സും അയാൾ ചെയ്യുന്ന ജോലിയും കൂടെ നമ്മൾ മൊത്തത്തിൽ പറയുമ്പം ആ ഒരു അഡ്രസ്സ് എന്ന് വെച്ചാൽ വീട്ടിലിരിക്കുന്ന ലൊക്കേഷൻ പ്ലസ് നമ്മൾ അവിടെ പെർഫോം ചെയ്യുന്ന ജോബും കൂടെ പറയുന്നതാണ് നമ്മൾ നിഷ് എന്ന് വേണേൽ പറയാം. അപ്പോൾ ആൻസർ ചെയ്താൽ വരിക? യെസ്, വെരി ഗുഡ്, ഓപ്ഷൻ സി ആണ് അല്ലേ. അതായത് നമ്മൾ ഓരോ ഓർഗാനിസത്തിനെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ പൊസിഷൻ, അത് ഏത് ഹാബിറ്ററ്റിൽ ബിലോങ് ചെയ്യുന്നു, ആൻഡ് അവിടെ ആ ഹാബിറ്ററ്റിലുള്ള അവരുടെ റോള്, ഫങ്ഷണൽ റോൾ ഓഫ് ദ സ്പീഷീസ് വിതിൻ ദാറ്റ് ഹാബിറ്ററ്റ്, വിതിൻ ദാറ്റ് കമ്മ്യൂണിറ്റി. അതിപ്പോൾ മനുഷ്യരുടെ കേസിൽ ഞാൻ ചുമ്മാ ഒരു തമാശക്ക് ഉപമയായിട്ട് പറഞ്ഞതാണ്. നമ്മളുടെ അഡ്രസ്, വീട് പ്ലസ് നമ്മളുടെ ജോബും കൂടെ പറയുന്നതാണ് നിഷ് എന്ന് പറയുന്നത്. അതേപോലെ ഓർഗാനിസത്തിൻ്റെ ഹാബിറ്റാറ്റ് പ്ലസ് ആ ഹാബിറ്റാറ്റിലുള്ള അവരുടെ ഫങ്ഷണൽ റോൾ കൂടി പറയുന്നതാണ് ഇക്കോളജിക്കൽ നിഷ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, വെരി ഗുഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം,
According to Allen's rule, the mammals from colder climates have. അപ്പോൾ ടെമ്പറേച്ചറിന്റെ ബേസിസിൽ അഡാപ്റ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ പല റൂൾസ് പഠിച്ചിട്ടുണ്ട്. അലൻസ് റൂൾ ഉണ്ട്, ജോർദാൻസ് റൂൾ ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ അലൻസ് റൂൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അലൻസ് റൂൾ മെയിൻലി നമ്മളുടെ വാം ബ്ലഡഡ് ഓർഗാനിസംസ് ലൈക്ക് മാമൽസിലൊക്കെയാണ് നമ്മൾ ഈ റൂൾ അപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ അലൻസ് റൂൾ എന്താണ് പറയുന്നത്? അപ്പം മാമൽസ് ഫ്രം കോൾഡർ ക്ലൈമറ്റ്സ് ഹാവ് ഷോർട്ടർ ഇയേഴ്സ് ആൻഡ് ലോങ്ങർ ലിംസ്, longer ears and shorter limbs, longer ears and longer limbs, shorter ears and shorter limbs. ഏതാണ് ആൻസർ വരാ? Which is the answer? D ആൻസർ പറഞ്ഞു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് അലൻസ് റൂൾ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ വാം ബ്ലഡഡ് ആനിമൽസ് ലൈക്ക് മാമൽസിലാണ് ഇത് ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പം മാമൽസ് പല ടൈപ്പ് ഓഫ് റീജിയനിലുണ്ട്. ഒന്ന് കോൾഡർ ആയിട്ടുള്ള റീജിയനിലുണ്ട്, അതേപോലെ വാമർ ആയിട്ടുള്ള റീജിയനിലുണ്ട്. ഓക്കെ, അപ്പം വാമറായിട്ടുള്ള റീജിയനിൽ ചൂട് കൂടുതലാണ്, കോൾഡർ ആയിട്ടുള്ള റീജിയനിൽ തണുപ്പ് കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ ലാർജ് മാമൽസിന് എന്താണ്, ഇത് അവരുടെ കാലൊക്കെയാന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ പറഞ്ഞ ലാർജ് മാമൽസിന് അവരുടെ ബോഡിയിൽ മാക്സിമം ടെമ്പറേച്ചർ നിലനിൽക്കണം, ഹീറ്റ് ലോസ് കുറവായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ അപ്പൻഡേജസ്, ഈ കാലുകളായിക്കോട്ടെ അല്ലെങ്കിൽ സ്നൗട്ട് ആയിക്കോട്ടെ ഇയേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള അപ്പൻഡേജസ് ഒക്കെ ചെറുതായിരിക്കും. ചെറിയ അപ്പൻഡേജസ് എന്ന് പറയുമ്പോൾ സർഫസ് ഏരിയ കുറവായിരിക്കും. എന്ന് വെച്ചാൽ വോളിയം ഏരിയ റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, സർഫസ് ഏരിയ കുറയുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് ഏരിയ കുറഞ്ഞ സ്ഥലത്തൂടെ ഹീറ്റ് എസ്കേപ്പ് ചെയ്യാനുള്ള ഏരിയ കുറവാകുന്നു അല്ലേ. അപ്പോൾ കുറച്ച് കൂടുതൽ ഹീറ്റ് അവരുടെ ബോഡിയുടെ ഉള്ളിൽ എന്ത് ചെയ്യാം, അവർക്ക് കൺസേർവ് ചെയ്യാം. ഓക്കെ, അറ്റ് ദ സെയിം ടൈം വാം എൻവയോൺമെൻറ്റ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ അപ്പൻഡേജസും ഇയേഴ്സും എല്ലാം കുറച്ചുകൂടെ വലുതായിരിക്കും. അപ്പോൾ എന്താ, സർഫസ് ഏരിയ കൂടുതലാണ്, കുറച്ചും കൂടെ ഹീറ്റ് പുറത്തേക്ക് ലൂസ് ആവും, അപ്പോൾ അവർക്ക് കുറച്ച് ചൂട് കുറയും. ഓക്കെ, അപ്പം ആൻസർ എന്ന് പറയുന്നത് ഷോർട്ടർ ഇയേഴ്സ് ആൻഡ് ഷോർട്ടർ ലിംസ് ആണ്. ക്ലിയർ? ഓക്കെ, ഡി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, സമയം ഓക്കെ, അടുത്ത ചാപ്റ്റർ ആണത്. നമ്മളുടെ ADA ബയോടെക്നോളജിയിലേക്ക് എത്തി. സോ ഐ തിങ്ക് വി വിൽ ടേക്ക് എ ബ്രേക്ക്. ഓക്കെ, നമുക്കൊരു ബ്രേക്ക് അപ് ടു ഇപ്പോൾ എത്ര 9 അല്ലേ, അപ് ടു 9:50. ഓക്കെ, 9:50 PM വരെ ഒരു ബ്രേക്ക് കേട്ടോ, ഒരു ഷോർട്ട് ബ്രേക്ക് അപ് ടു 9:50 PM. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് 48 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു 48 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടാവും. ഓക്കെ,
Yes. Hello. Hi. Hello, everybody. 1 minute. Okay. Okay, dears. Okay. Ronaldo or Messi? Okay. ശരി. So the next question. Ready ആണോ? Are you back? I am back. Yes, തിരിച്ചു വന്നു. നിങ്ങൾ ഫുട്ബോളിൻ്റെ കാര്യമാണ് പറയുന്നത്. തണുക്കുന്നു. ഓക്കെ. ഹായ്. ഓക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താണിത്? അടുത്ത ചോദ്യം നോക്കിക്കോളൂ. അടുത്ത ചോദ്യം നോക്കിക്കേ. യെസ്, ആൻസേഴ്സ് പറഞ്ഞു തുടങ്ങി. AD is an enzyme which is deficient in a genetic disorder SCID. Okay. Severe combined immunodeficiency. അല്ലേ? വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് ADA? ADAയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ADA എന്ന് പറയുന്ന എൻസൈം എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഡിയോക്സി അഡിനോസിൻ എന്ന് പറയുന്ന കോമ്പണൻറ്റിൻ്റെ ബ്രേക്ക് ഡൗണിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ. അപ്പോൾ അതിൽ ലൈക്ക് പ്രോബ്ലം വരുമ്പോഴാണ് സ്കിഡിലേക്കൊക്കെ ഇമ്മ്യൂണോ ഡിസോർഡറിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ADAയുടെ ഫുൾ ഫോം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഓക്കെ. യെസ്, ഷുവർ. ഫസ്റ്റ് പറയുന്ന ആളുടെ നെയിം വിളിക്കാം. ഓക്കെ, ഷുവർ കേട്ടോ. അപ്പോൾ ആരാണ് ഇതിൽ ഫസ്റ്റ് പറഞ്ഞതെന്ന് എനിക്ക് അത് മുകളിലേക്ക് പോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് ഞാൻ ഫസ്റ്റ് വിളിക്കുന്ന ആളുടെ പേര് ഷുവർ ആയിട്ടും പറയും. ഓക്കെ. യെസ്. അപ്പോൾ എനിവേ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, അഡിനോസിൻ ഡീഅമിനേസ് ആണ് അല്ലേ. ഓക്കെ. അടുത്ത ചോദ്യം. അപ്പോൾ അടുത്ത ചോദ്യം തൊട്ട് ഫസ്റ്റ് പറയുന്ന ആളുടെ പേര് വിളിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം, സൈലൻസിങ് ഓഫ് എ ജീൻ കുഡ് ബി അച്ചീവ്ഡ് ത്രൂ ദ യൂസ് ഓഫ് RNA interference, antisense RNA only, both RNA interference and antisense RNA, none of the above. അതായത് നമ്മളൊരു mRNA എടുക്കുകയാണെങ്കിൽ 5'3' ഈ mRNA എന്ത് അണ്ടർഗോ ചെയ്യും? ട്രാൻസ്ലേഷൻ അണ്ടർഗോ ചെയ്യും അല്ലേ. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ അണ്ടർഗോ ചെയ്യരുത്. ആ ജീനിനെ എന്ത് ചെയ്യണം? സൈലൻസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ജീൻ സൈലൻസിങ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ജീൻ സൈലൻസിങ്ങിന് ഇവിടെ എന്താണ് മെത്തേഡ്? RNA only, RNA interference, antisense RNA only, both RNA interference and antisense RNA, none of the above. ആൻസർ പറഞ്ഞോളൂ. യെസ്. ഹൂ സം നെറ്റ് ഇഷ്യൂ ഉണ്ട്. ഓക്കെ. മീനാക്ഷി has said the answer first. Both RNA interference and antisense RNA ആണ്. RNA interference എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഷോർട്ട് സ്ട്രെച്ചസ് ഓഫ് RNA ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യിപ്പിക്കും, കോംപ്ലിമെൻ്ററി ബൈൻഡിങ് നടത്തും. ആസ് എ റിസൾട്ട് നമ്മളുടെ റൈബോസോമിനും ബാക്കി മെഷീനറിക്കൊന്നും ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ആൻറ്റിസെൻസ് RNA ആണെങ്കിൽ ആ mRNA 5' to 3' ഇരിക്കുന്നു, അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് തിരിച്ച് സെയിം രീതിയിൽ കോംപ്ലിമെൻ്ററി ബൈൻഡിങ് നടത്തുന്ന 3' 5' ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൻറ്റിസെൻസ് RNA ഉണ്ടായിരിക്കും. അതിവിടെ വന്നിട്ട് ബൈൻഡ് ചെയ്യും, കോംപ്ലിമെൻ്ററി ബൈൻഡിങ് നടത്തും. എഗെയിൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബാക്കി മെഷീനറിക്ക് ട്രാൻസ്ലേഷൻ മെഷീനറിക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റില്ല. രണ്ടും ആപ്ലിക്കബിൾ ആണ്. രണ്ട് കേസിലും ജീൻ സൈലൻസിങ് നടക്കും. ആൻസർ ഇസ് ഓപ്ഷൻ സി. ക്ലിയർ? യെസ്, മീനാക്ഷി. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് റിട്രോവൈറസ്. ഓക്കെ. റിട്രോവൈറസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. An RNA virus that synthesizes DNA during infection, a DNA virus that synthesizes RNA during infection, a single stranded DNA virus, a double stranded DNA virus. Okay. Which is the right answer? Right answer? Haradi miss. Okay. മിസ് ആയിരിക്കില്ല കേട്ടോ ഇനി ബോട്ടണി ക്ലാസ് എടുക്കുക. മിസ്സിന് നിങ്ങൾക്ക് ബോട്ടണി ക്ലാസ് എടുക്കലുണ്ടാവില്ല. ഓക്കെ. നിങ്ങൾക്ക് ബോട്ടണി ക്ലാസ് എടുക്കാൻ വേറെ മിസ്സ് വരും, വേറെ ഫാക്കൽറ്റി വരും. ഓക്കെ. പിന്നെ ഞാനും എടുക്കും. ഓക്കെ. യെസ്. സോ ആൻസർ പറയൂ. വേറെ മിസ്സ് വരും ബോട്ടണി എടുക്കാൻ. ക്രിസ് ആണോ ഫസ്റ്റ് ആൻസർ പറഞ്ഞത്? യെസ്, ക്രിസ് ആണ് ഫസ്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്രിസ്.
അപ്പം റിഗാർഡിംഗ് റിട്രോവൈറസ് എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ദ കാറ്റഗറി ഓഫ് വൈറസ് ഹു ഈസ് പെർഫോമിംഗ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പെർഫോം ചെയ്യുന്നവരാണ്. നോർമലി ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? നോർമലി ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ DNA നിന്ന് RNA ആണല്ലേ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഡ്യൂറിങ് നോർമൽ ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, ഡ്യൂറിങ് നോർമൽ ട്രാൻസ്ക്രിപ്ഷൻ സമയത്ത്. പക്ഷെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ്റെ സമയത്ത് ഇത് റിവേഴ്സ് ആയിട്ട് നടക്കും, തിരിച്ച് നടക്കും. RNA നിന്ന് തിരിച്ച് DNA ഫോം ചെയ്യും. ഓക്കെ, അപ്പം റിട്രോ വൈറസിനുള്ളിൽ ഈ പറഞ്ഞ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്ന റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം റിഗാർഡിംഗ് റിട്രോ വൈറസ് വിച്ച് ഇസ് ദ റൈറ്റ് ഓപ്ഷൻ, RNA വൈറസ് ദാറ്റ് സിന്തസൈസസ് DNA ഡ്യൂറിങ് ഇൻഫെക്ഷൻ. RNA വൈറസ് എന്ത് ചെയ്യുന്നു? DNA-നെയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ക്ലിയർ ആണോ? യെസ്, ഓൾറൗണ്ടർ ആണ്. ഓക്കെ. അയ്യോ, മിസ്സിന് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. മിസ്സിൻ്റെ ഹോം ടൗണിലേക്ക് പോയതാണ്. ഓക്കെ, നൗ ദ സ്റ്റുഡിയോ ഇസ് ഇൻ ബാംഗ്ലൂർ. സോ മിസ്സ് ഫാമിലിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഹോം ടൗണിലേക്ക്, കാലിക്കറ്റിലേക്ക് പോയതാണ്. ഓക്കെ, മിസ്സിന് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഓക്കെ, അയ്യോ, മിസ്സിന് ഒന്നും പറ്റിയിട്ടില്ല. മിസ്സ് ഓൾ റൈറ്റ്. മിസ് ഓൾ റൈറ്റ്, ഷീ ഈസ് വെൽ. ഓക്കെ, മിസ്സ് ഹോം ടൗണിലേക്ക് ലീവ് ചെയ്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇത് ഓക്കെ അല്ലേ? ആരായിരുന്നു ഫസ്റ്റ് ആൻസർ പറഞ്ഞത്? പാവാജി ആണ് എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, എൻ്റെ ഹോം ടൗണും കാലിക്കറ്റ് തന്നെയാണ്. പക്ഷെ ഇപ്പം നമ്മൾ ബാംഗ്ലൂരാണ്. നമ്മൾ ഫാക്കൽറ്റീസ് എല്ലാവരും ബാംഗ്ലൂരാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മളുടെ സ്റ്റുഡിയോ ഇപ്പോൾ ബാംഗ്ലൂരാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്റ്റുഡിയോ എവിടേക്ക് വരും? കാലിക്കറ്റിലേക്ക് വരും. ഓക്കെ, അൺടിൽ ദെൻ നമ്മളിവിടെ ബാംഗ്ലൂർ ആയിരിക്കും. ഓക്കെ, ഐ എം ഓൾസോ ഫ്രം കാലിക്കറ്റ്, കോഴിക്കോട്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കിയാലോ. യെസ്, ക്രിസ് ആണ്. ഞാൻ നേരത്തെ പേര് പറഞ്ഞിരുന്നു. ക്രിസ് ആണ് ഫസ്റ്റ് ആൻസർ പറഞ്ഞത്. അടുത്ത ചോദ്യം, പ്രോടോക്സിൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോടോക്സിൻ എ പ്രിമിറ്റീവ് ടോക്സിൻ, പഴയ ടോക്സിൻ. എ ഡീനേച്ചേർഡ് ടോക്സിൻ, നമ്മൾ ഹീറ്റ് ഉപയോഗിച്ച് ഡീനേച്ചർ ചെയ്ത് നശിപ്പിച്ച ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ പ്രോട്ടോസോവൻസ് പ്രൊഡ്യൂസ് ചെയ്ത ടോക്സിൻ, ഇനാക്റ്റീവ് ആയിട്ടുള്ള ടോക്സിൻ. ഓക്കെ, ആക്റ്റീവ് അല്ലാതെ ഇനാക്റ്റീവ് ഫോമിൽ നിൽക്കുന്ന ടോക്സിൻ. ഇതിൽ എന്തിനാണ് നമ്മൾ പ്രോടോക്സിൻ എന്ന് പറയാ? യെസ്, വെരി ഗുഡ്. ഹൂ ഡിഡ് ദ ആൻസർ ഫസ്റ്റ്? ഇറ്റ്സ് ദേവു. കറക്റ്റ്. ഇനാക്റ്റീവ് ടോക്സിൻ ആണ്. അതായത് ഇനാക്റ്റീവ് ആയിട്ടുള്ള രൂപത്തിലാണ് ഈ ടോക്സിൻ ഇരിക്കുന്നത്. അത് ആക്റ്റീവായിട്ട് മാറണമെങ്കിൽ എന്തെങ്കിലും എൻസൈമാറ്റിക് ക്ലീവേജോ അല്ലെങ്കിൽ pH എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ആവശ്യം ഉണ്ടായിരിക്കും. എനിവേ ദിസ് ഇനാക്റ്റീവ് ടോക്സിൻ ഇസ് നോൺ ആസ് പ്രോടോക്സിൻ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, ഗോൾഡൻ റൈസ് ഈസ്. എന്താണ് ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്? വെറൈറ്റി ഓഫ് റൈസ് ഗ്രോൺ അലോങ് ദ യെല്ലോ റിവർ ഇൻ ചൈനയുടെ യെല്ലോ റിവറിന്റെ സൈഡിൽ കൂടെ ഗ്രോ ചെയ്ത റൈസിനാണ് നമ്മൾ ആ ഒരു വെറൈറ്റി ഓഫ് റൈസിനാണ് ഗോൾഡൻ റൈസ് എന്ന് പറയാം. ലോങ് സ്റ്റോർഡ് റൈസ് ഹാവിങ് യെല്ലോ കളർ ടിൻ, കുറേ നാൾ സ്റ്റോർ ചെയ്തിട്ട് ഒരു ചെറിയൊരു യെല്ലോ ടിൻറ്റ് വന്നു. ആ ട്രാൻസ്ജനിക് റൈസ് ഹാവിങ് ദ ജീൻ ഫോർ ബീറ്റ കെറോട്ടിൻ. ദ വൈൽഡ് വെറൈറ്റി ഓഫ് റൈസ് വിത്ത് യെല്ലോ കളേർഡ് ഗ്രെയിൻസ്. വൈൽഡ് കളർ. Who is the first one who did the answer? It's Devu. Yes. C ആണ് റൈറ്റ് ആൻസർ. അതായത് ട്രാൻസ്ജനിക് റൈസ് ആണ് ബീറ്റ കെറോട്ടിന് വേണ്ടിയിട്ടുള്ള ജീൻ. ഈ ബീറ്റ കെറോട്ടിൻ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വൈറ്റമിൻ എ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ലൈക്ക് സ്റ്റേപ്പിൾ ഫുഡായിട്ട് റൈസ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബയോടെക്നോളജി വഴി ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ട്രാൻസ്ജനിക് റൈസ് ആണ്. അപ്പോൾ ബീറ്റ കെറോട്ടിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഓറഞ്ച് കളർ, ക്യാരറ്റിനൊക്കെ ആ ഒരു ഓറഞ്ച് കളർ കൊടുക്കുന്ന കെറോട്ടിൻ പിഗ്മെന്റ് ആണ് അല്ലേ. അപ്പോൾ ആ ബീറ്റ കെറോട്ടിൻ ഇവിടെ വൈറ്റമിൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടിൻ്റ് ആണ് ആക്ച്വലി ആ ഒരു ഗോൾഡൻ റൈസ് എന്ന പേര്. ഓക്കെ, ക്ലിയർ? യെസ്, ദേവു സ്കോർഡ് അഗെയിൻ. അടുത്ത ചോദ്യം, BT cotton is not. BT stands for Bacillus thuringiensis അല്ലേ. അപ്പോൾ BT cotton എന്ന് പറയുന്നത് is not a GM plant. അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല. is insect resistant. is not insect resistant. അതിന് ഇൻസെക്ട് റെസിസ്റ്റൻസ് ഇല്ല. is not a bacterial gene expressing system. അത് ബാക്ടീരിയൽ ജീൻ എക്സ്പ്രസിംഗ് സിസ്റ്റം അല്ല. is not resistant to all pesticides. Okay, which is the right answer? Right answer. Chris.
ഓക്കെ. ആഫ്റ്റർ ദാറ്റ് ദേവു, പിന്നെ മുഹമ്മദ്, പിന്നെ സൂരജ്. ഓക്കെ, പിന്നെ ഒമാൻ അല്ല കൃഷ്ണ അല്ലേ? ഓക്കെ, ഒമാന്റെ റിയൽ നെയിം കൃഷ്ണ. ആര്യ അതിൻ്റെ ഇടയ്ക്ക് സി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ട്ടോ. അതായത് BT കോട്ടൺ, ബാസിലസ് തുറിഞ്ചിയൻസിസ് അല്ലേ? അഗെയിൻ എന്താ, അത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതിന് ഇൻസെക്ട് റെസിസ്റ്റന്റ് ജീൻ ഉണ്ട്. ഇസ് നോട്ട് എ ബാക്ടീരിയൽ, എന്താ ചോദിക്കുന്നത്? ഈസ് നോട്ട്, എന്താണിത്? Yes, is not genetically modified plant, insect resistant, bacterial gene expressing system, is not resistant to all pesticides ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. എന്ന് വെച്ചാൽ എന്താണ്? എന്ന് വെച്ചാൽ റെസിസ്റ്റന്റ് ടു ഓൾ പെസ്റ്റിസൈഡ്സ്, ഇസ് നോട്ട് റെസിസ്റ്റന്റ് ടു ഓൾ പെസ്റ്റിസൈഡ് എന്ന് വെച്ചാൽ അതിന് കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ എല്ലാ പെസ്റ്റിസൈഡ്സിനും, ലോകത്തിലുള്ള എല്ലാ പെസ്റ്റിസൈഡ്സിനെതിരെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ള ആളല്ല BT കോട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം GEAC സ്റ്റാൻഡ്സ് ഫോർ, അബ്രിവേഷൻ എക്സ്പാൻഡ് ചെയ്യാനാണ്. അപ്പോൾ GEAC സ്റ്റാൻഡ്സ് ഫോർ ജീനോം എഞ്ചിനീയറിംഗ് ആക്ഷൻ കമ്മിറ്റി, ഗ്രൗണ്ട് എൻവയോൺമെന്റ് ആക്ഷൻ കമ്മിറ്റി, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി, ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റ് അപ്രൂവൽ കമ്മിറ്റി. ഓക്കെ, GEAC സ്റ്റാൻഡ്സ് ഫോർ. ആരാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്? ഗംഗ. ഈ ചോദ്യത്തിന് ഉത്തരമാണോ പറഞ്ഞിരിക്കുന്നത്? എനിക്കറിയില്ല. ഗംഗ ആരാ ഫസ്റ്റ് അറ്റൻഡ് ചെയ്തത്? ഗംഗയാന്ന് തോന്നുന്നു. ദേവു. ഗംഗ മുൻപത്തെ ചോദ്യത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല, ബിക്കോസ് ദ ആൻസർ ഇസ് റോങ്. സി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ദേവു ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ആൻസർ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഹാട്രിക്സ്. അടുത്ത ചോദ്യം എത്തിയേ. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. സോ അടുത്ത ചോദ്യം ഞാൻ കമന്റ്സ് നോക്കാം. ഹാട്രിക് ഫോർ ദേവു. ഓക്കെ, നോക്കാം അടുത്ത ചോദ്യമേ. സോ ഈ ചോദ്യത്തിന്റെ ആൻസേഴ്സ് എല്ലാം അവിടെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു, കംപ്ലീറ്റ് ആയി വിചാരിക്കുന്നു. ഇനി അടുത്ത് എനിക്ക് പെട്ടെന്ന് ഓപ്ഷൻ നോക്കാം. അപ്പൊ എ പ്രോബ് which is a molecule used to locate homologous sequence in a mixture of DNA or RNA molecules could be. പ്രോബ് എങ്ങനെ ഇരിക്കും എന്നാണ് അവർ സിംപ്ലി ചോദിച്ചിരിക്കുന്നത്. സിംഗിൾ സ്റ്റാൻഡ് RNA ആയിരിക്കും, സിംഗിൾ സ്റ്റാൻഡ് DNA ആയിരിക്കും, either DNA or RNA ആയിരിക്കും, സിംഗിൾ സ്റ്റാൻഡ് DNA ആയിരിക്കും, പക്ഷെ സിംഗിൾ സ്റ്റാൻഡ് RNA ആയിരിക്കില്ല. പ്രോബ് ആരാണ്? പ്രോബ് ക്രിസ്, മീനാക്ഷി, കൃഷ്ണ, ഷംന, മുനീബ്, ദേവു, മുഹമ്മദ്, ബാലാജി. ഓക്കെ, അത് RNA ആകാം അല്ലെങ്കിൽ DNA ആകാം പ്രോബ് എന്ന് പറയുന്നത്. ക്ലിയർ? വെരി ഗുഡ്. അപ്പോൾ അടുത്ത ചോദ്യമേ, who among the following was awarded the Nobel Prize for the development of PCR technique? Very simple question. Polymerase chain reaction technique develop ചെയ്ത് നോബൽ പ്രൈസ് കരസ്ഥമാക്കിയത് ആര്? ഹെർബർട്ട് ബോയർ, ഹർഗോവിന്ദ് ഖുറാന, കാരി മുള്ളിസ്, ആർതർ കോൺബർഗ്. ഇതിൽ ആരാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ആരാണ്? ക്രിസ്. ഓക്കെ, ക്രിസ്, ദേവു, കൃഷ്ണ. വെരി ഗുഡ്. കാരി മുള്ളിസ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, റൈസിംഗ് ഓഫ് ഡഫസ് ഡ്യൂ ടു. നമ്മളുടെ മാവില്ലേ, മാവ് പൊന്തുന്നത്, പുളിച്ച് പൊന്തുന്നത് എന്തുകൊണ്ടാണെന്നാണ്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഈസ്റ്റ്, പ്രൊഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഇമൾസിഫിക്കേഷൻ, ഹൈഡ്രോലൈസിസ് ഓഫ് വീറ്റ് ഫ്ലോ സ്റ്റാർച്ച് ഇൻടു ഷുഗേഴ്സ്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? ആരാ ഫസ്റ്റ് ആൻസർ പറഞ്ഞ? ദേവു ആണോ ഫസ്റ്റ് ആൻസർ ചെയ്തത്? ആൻഡ് ആ ഫസ്റ്റ് ആൻസർ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, ആരാണ് ഫസ്റ്റ് ആൻസർ ചെയ്തതെന്ന്. ആൻസർ ഇസ് പ്രൊഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? അതായത് അവരുടെ റെസ്പിറേഷൻ്റെ ഭാഗമായിട്ട് അവർ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ആ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നതാണ് ആക്ച്വലി ഹോൾസ്. അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒപ്പം ഈ മാവ് എന്താണ് ഒന്ന് പുളിച്ച് പൊന്തുന്നുണ്ട്. ഹു ഡിഡ് ആൻസർ ഫസ്റ്റ്? ഫെർമെൻറ്റേഷൻ, റൈറ്റ്. റെസ്പിറേഷൻ ആണ് അവിടെ നടക്കുന്നത്. ദേവു. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യമേ, എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മൾ ദേവുവിനെ പൊട്ടിക്കാൻ ശ്രമിക്കണം, ദേവുവിനെ പൊട്ടിക്കാനായിരിക്കണം നമ്മളുടെ ശ്രമം, എൻ്റെ അല്ല നിങ്ങളുടെ. ഓക്കെ, അടുത്ത ചോദ്യം, നിങ്ങൾ എല്ലാവരും സെയിം ടൈമിൽ കമൻറ്റ് ചെയ്യുക.
അതാണ് എനിക്ക് വേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻസൈംസ് catalyze the removal of nucleotides from the ends of DNA. അതായത് നമ്മളൊരു DNA വരച്ച് നോക്കുകയാണെങ്കിൽ 5' 3' ഇവിടെ 5' ഇവിടെ 3' അല്ലേ? അപ്പൊ ഇതിന്റെ എൻഡിന്ന് ഇതെല്ലാം ന്യൂക്ലിയോടൈഡ്സ് ആണ് ആക്ച്വലി. അപ്പൊ ഈ എൻഡിന്ന് അറ്റത്തുനിന്ന് ന്യൂക്ലിയോടൈഡ്സിനെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? എൻഡോന്യൂക്ലിയേസ്, എക്സോന്യൂക്ലിയേസ്, DNA ലിഗേസ്, ഹിൻഡ് 2. ഇതിൽ ആരാണ് ഫ്രം ദി എൻഡ്സ് DNA ന്യൂക്ലിയോടൈഡിനെ റിമൂവ് ചെയ്യുന്നത്? ഹൂ വിൽ റിമൂവ്? ക്രിസ് ആണ് ഫസ്റ്റ് ആൻസർ ചെയ്തിരിക്കുന്നത്, ഫോളോഡ് ബൈ പാവാജി. ഓക്കെ, പാവാജി റൈറ്റ്. എക്സോന്യൂക്ലിയസ് ആണ്, അതായത് സൈഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് എക്സോന്യൂക്ലിയസ്, ഉള്ളിൽ നിന്നാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ എൻഡോന്യൂക്ലിയസ്. DNA ലിഗേസ് എന്ന് പറയുമ്പോൾ നിക് സീലിംഗ് ആണ്, ഗ്യാപ്പ് ലിഗേറ്റ് ചെയ്യലാണ്. ഹിൻഡ് 2 കൈൻഡ് ഓഫ് എൻഡോന്യൂക്ലിയസ് ആണ്, റൈറ്റ്? ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, the phenomenon observed in some plants wherein parts of the sexual apparatus is used for forming embryos without fertilization. അതായത് എംബ്രിയോസ് ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ സീഡ്സ് ഫോം ചെയ്യുന്നു വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെ എംബ്രിയോസ്, ദാറ്റ് മീൻസ് സീഡ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ പറയുന്ന പേര് പാർത്തനോകാർപ്പി, അപ്പോമിക്സിസ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഏതാണ്? ബി നിദാൻ അല്ല, മുനീബ്, നിദാൻ, ഗംഗ, ഷംന. ഓക്കെ, കുറേ ആൻസേഴ്സ് ഉണ്ട്. റൈറ്റ് ആൻസർ ഇസ് അപ്പോമിക്സിസ് അല്ലേ? അതായത് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ എംബ്രിയോ ഫോർമേഷൻ, സീഡ് ഫോർമേഷൻ നടക്കുന്നതിന് നമ്മൾ അപ്പോമിക്സിസ് എന്നാണ് പറയുക. അടുത്ത ചോദ്യം, ദ ഫിനോമിനൻ wherein the ovary develops into a fruit without fertilization. നോക്ക്, ഇവിടെ എംബ്രിയോ സീഡ് ഡെവലപ്മെന്റ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇസ് അപ്പോമിക്സിസ്. ഇവിടെ വന്നിരിക്കുന്നു fruit formation without fertilization, which is a process, parthenocarpy. Apomixis, asexual reproduction, sexual reproduction. ഏതാണ് ആൻസർ? ദേവു ആയിരുന്നു. സോറി ഡിയർ. ഓക്കെ, മീനാക്ഷി, പാവാജി, ആര്യ, ക്രിസ്, ഡോൺ, ആൻ, കൃഷ്ണ, ആര്യ, നിധാൻ. ദേവുവിനെ കാണുന്നില്ല. ദേവുവിൻ്റെ പേര് ഞാൻ തെറ്റിച്ച് വായിച്ചത് കൊണ്ട് ദേവ് മുങ്ങിയെന്നാണ് തോന്നുന്നത്, പിണക്കത്തിലാണെന്ന് തോന്നുന്നു. ഓക്കെ, ക്രിസ് വിത്ത് ന്യൂ ഓപ്ഷൻ. ക്രിസ് ഓപ്ഷൻ തെറ്റിച്ചാണോ പറഞ്ഞത്? ഏതന്നെയല്ലേ ക്രിസ് പറഞ്ഞത്? പാർത്തനോകാർപ്പി, അതായത് ഫ്രൂട്ട് ഫോം ചെയ്തു വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, അതിന് നമ്മൾ പാർത്തനോകാർപ്പി എന്ന് പറയും. കാർപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഫ്രൂട്ട് എന്നാണല്ലേ അർത്ഥം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, a particular species of the plant produces light non-sticky pollen in large numbers and its stigmas are long and feathery. These modifications facilitate pollination by, അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പെർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്, ഭയങ്കര വെയിറ്റ് കുറവാണ്, നോൺ സ്റ്റിക്ക്, ഒട്ടി പിടിക്കത്തില്ല, അതുപോലെ ഒരുപാട് നമ്പറിൽ ഉണ്ടായിരിക്കും, അതിൻ്റെ സ്റ്റിഗ്മാസ് ലോങ് ആൻഡ് ഫെദറി ആണ്, ഈസി ആയിട്ട് ഇങ്ങനെ പറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ മോഡിഫിക്കേഷൻസ് ആരുടെ വഴിയുള്ള പോളിനേഷന് വേണ്ടിയിട്ടാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? ഇൻസെക്ട്സ്, വാട്ടർ, വിൻഡ് ആൻഡ് ആനിമൽസ്. ഓക്കെ, ആൻസർ സി, ദേവു. ഓക്കെ, ദേവു തിരിച്ചു വന്നു. ദേവു, കൃഷ്ണ, പാവാജി, സൂര്യ, ഗംഗ, മീനാക്ഷി, ഡോൺ. ഓക്കെ, ബൈ വിൻഡ് ആണ് റൈറ്റ് ആൻസർ അല്ലേ? അതായത് വിൻഡിൽ, കാറ്റിൽ പെട്ടെന്ന് ഒരുപാട് നമ്പർ പോകണം, ഒട്ടിപ്പിടിക്കാൻ പാടില്ല, ലൈറ്റ് ആയിരിക്കണം, വെയിറ്റ് കുറവായിരിക്കണം, ഈ ഫീച്ചേഴ്സ് എല്ലാം വിൻഡ് പോളിനേഷനാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യമേ, in a fertilized embryo sac. Okay, fertilized embryo sac ആണ്. The haploid, diploid and triploid structures are. embryo sac ൽ fertilization നടന്നു. അപ്പോൾ fertilization നടന്നതിന് ശേഷം അതിൽ haploid, diploid and triploid structures ആരൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നു synergid, zygote, primary endosperm, synergid, antipodal and polar nuclei, antipodal, synergid and primary endosperm nucleus, synergid, polar nuclei and zygote. Okay, yes. അപ്പോൾ എംബ്രിയോ സാക്കിൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ആളാരാണ്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ആളാരാണ്, ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ആളാരാണ്? പാവാജി ഡിലീറ്റ് ആക്കി. ഓക്കെ, അപ്പോൾ ഏതാണ് മക്കളെ ആൻസർ? അതായത് ഹാപ്ലോയിഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല അല്ലേ? സോ ഇറ്റ് ഈസ് സിനർജിഡ്, ഡിപ്ലോയിഡ്.
ഫെർട്ടിലൈസേഷൻ നടന്നു, അവിടെ സൈഗോട്ട് ഫോം ചെയ്തു. പ്രൈമറി എൻഡോസ്പേം നമുക്കറിയാം അവിടെ എന്താ ട്രിപ്പിൾ ഫ്യൂഷൻ ആണ് നടക്കുന്നത് അല്ലേ, അവിടെ എന്താ 3N ആണ് പ്ലോയിഡി എന്ന് പറയുന്നത്, റൈറ്റ്? യെസ്, അവിടെയാണ് ട്രിപ്ലോയിഡി കാണാൻ പറ്റുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ ഡിപ്ലോയിഡ് എന്താണെങ്കിലും നമുക്ക് എന്താണെന്ന് അറിയാം, സൈഗോട്ട് ആണെന്ന് ക്ലിയർ ആയിട്ട് അറിയാം അല്ലേ. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, യെസ്, വെരി ഗുഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഇൻ ആൻ എംബ്രിയോ സാക്ക്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ്. എംബ്രിയോ സാക്കിൽ ദി സെൽസ് ദാറ്റ് ഡീജനറേറ്റ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷന് ശേഷം ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്, സിംഗമീൻ ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കുന്നു, അതിനുശേഷം ചില ഭാഗങ്ങൾ എന്തായി പോകുന്നു, ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. അതാരൊക്കെയാണ്? സിനർജിഡ്സ് ആൻഡ് പ്രൈമറി എൻഡോസ്പേം സെൽ, synergids and antipodals, antipodals and primary endosperm cell, egg and antipodals. ആരാണ് ഡീജനറേറ്റ് ചെയ്തു പോകുന്നത്? ഗംഗ, മുനീബ്, പാവാജി, മീനാക്ഷി, ബാലാജി, ക്രിസ്, നിധാൻ. The right answer is option B, അല്ലേ? സിനർജിഡും ആന്റിപോഡലും അവർ ഫെർട്ടിലൈസ് ഒന്നും ആവുന്നില്ല, ആ ഫെർട്ടിലൈസേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നവരാണ്, അവർ അതിന് ശേഷം അങ്ങ് ഡീജനറേറ്റ് ആയിട്ട് പോയിക്കോളും. ഓക്കെ, ദ എംബ്രിയോ സാക്ക് ഈസ് ടു ഒവ്യൂൾ ആസ് ഡാഷ് ഈസ് ടു ആന്തർ. അതായത് ഒവ്യൂൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഒവ്യൂളിൻ്റെ ഉള്ളിലാണ് എന്ത് കാണാൻ പറ്റുന്നത്? ഇത് ഒവ്യൂൾ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് എംബ്രിയോ സാക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ പ്രോപ്പർ ആയിട്ട് അല്ല കേട്ടോ വരച്ചിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ഇതെന്താ ചോദിക്കുന്നത്? ഡാഷ് ഈസ് ടു ആന്തർ. ആന്തറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തിനെ കാണാൻ പറ്റും? ഓക്കെ, ഒബ്യൂളിൻ്റെ ഉള്ളിൽ എംബ്രിയോ സാക്ക് കാണാൻ പറ്റുന്നു, അതേപോലെ ആന്തറിൻ്റെ ഉള്ളിൽ ആരെ കാണാൻ പറ്റുന്നു? സ്റ്റെയ്മൻ, ഫിലമെൻ, പോളൻ ഗ്രെയിൻ, ആൻഡ്രീഷ്യം. ഏതാണ് റൈറ്റ് ആൻസർ? ഓക്കെ, മുനീബയാണ്, സോറി, ക്രിസ്, മീനാക്ഷി, ഒമാൻ, പവാജി, ഷംന. ആൻസർ ഇസ് പോളൻ ഗ്രെയിൻ അല്ലേ? ആന്തറിൻ്റെ ഉള്ളിൽ പോളൻ ഗ്രെയിൻസ് കാണുന്നു, അതേപോലെയാണ് ഒബ്യൂളിൻ്റെ ഉള്ളിൽ നമുക്ക് എംബ്രിയോ സാക്ക് കാണാൻ പറ്റുന്നത്. ക്ലിയർ? സംശയമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ദ അൾട്ടിമേറ്റ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഓഫ് റെസ്പിറേഷൻ ഇൻ ആൻ എയറോബിക് ഓർഗാനിസം ഇസ്. അതായത് റെസ്പിറേഷൻ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അൾട്ടിമേറ്റ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഓഫ് റെസ്പിറേഷൻ ഇൻ ആൻ എയറോബിക് ഓർഗാനിസം, അതിൻ്റെ അകത്തെ ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആരാണ്? സൈറ്റോക്രോം, ഓക്സിജൻ, ഹൈഡ്രജൻ, ഗ്ലൂക്കോസ്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ. അപ്പോൾ ഇതിൽ ഒരാൾ ഇലക്ട്രോണിനെയും അലോങ് വിത്ത് പ്രോട്ടോൺസിനെയും കൂടെ സ്വീകരിച്ച് ഫൈനലി അവിടെ എന്ത് ഫോം ചെയ്യും? വാട്ടർ ഫോം ചെയ്യും അല്ലേ? അപ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ബി, ഓക്സിജൻ. യെസ്, അപ്പോൾ ഓക്സിജൻ അവിടെ ലാസ്റ്റ് യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ പ്ലസ് പ്രോട്ടോൺസ് കൂടി ചേർന്ന് യൂസ് ചെയ്തിട്ടാണ് അവിടെ എന്ത് ഫോം ചെയ്യുന്നത്? വാട്ടർ ഫോം ചെയ്യുന്നത് അല്ലേ? റൈറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ പേര് വായിച്ചില്ല, അടുത്തതിൽ വായിക്കാം കേട്ടോ. ഫോസ്ഫോറിലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഡ്യൂറിങ് ഗ്ലൈക്കോലൈസിസ് ഇസ് കാറ്റലൈസ്ഡ് ബൈ. അതായത് ഗ്ലൈക്കോലൈസിസ്, സിട്രിക് ആസിഡ് സൈക്കിൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അല്ലേ, ഇങ്ങനെ നടക്കണം. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റ് നമ്മളുടെ സെല്ലുലാർ റെസ്പിറേഷൻ്റെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഗ്ലൈക്കോലൈസിസിൽ ഗ്ലൂക്കോസിന്റെ ഫോസ്ഫോറിലേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് ആരാണ് കാറ്റലൈസ് ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ ആരോ കാറ്റലൈസ് ചെയ്ത് എന്തായിട്ട് മാറ്റും? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറ്റും, റൈറ്റ്? അതായത് ഗ്ലൂക്കോസിന്റെ 6ാമത്തെ പൊസിഷനിൽ 6 കാർബൺ ഷുഗർ ആണ് ഗ്ലൂക്കോസ്, അതിലൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ആൾ ആരാണ്? ഹു ഈസ് ദാറ്റ്? യെസ്, ഓപ്ഷൻ സി, മീനാക്ഷി, മുനീബ, ക്രിസ്. ആരാണ്? ഹെക്സോകൈനേസ്. ഓക്കെ, 6th പൊസിഷനിൽ കൊടുക്കുന്നതുകൊണ്ടാണ് ഹെക്സോ എന്ന പേര് പറയുന്നത്. അപ്പോൾ ഫോസ്ഫോറിലേഷൻ എവിടെയൊക്കെ നടക്കുന്നോ അവിടെയൊക്കെ വരുന്ന എൻസൈമാണ് കൈനേസ്. ഓക്കെ, ഇങ്ങനെയുള്ള ടിപ്സ് ഒക്കെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇസ് ലൊക്കേറ്റഡ് ഇൻ മൈറ്റോകോൺട്രിയൽ. ETS മൈറ്റോകോൺട്രിയയുടെ ഔട്ടർ മെംബ്രെയിനിലാണോ, ഇന്റർ മെംബ്രെയിൻ സ്പേസിലാണോ, ഇന്നർ മെംബ്രെയിനിലാണോ, അല്ലെങ്കിൽ ഇതിന്റെ മാട്രിക്സിലാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു? ആരാണ് ഫസ്റ്റ് ആൻസർ പറയാൻ നോക്കാം? ഹു വിൽ ഗീവ് ദ ആൻസർ ഫസ്റ്റ്? ആൻസർ തരും? മീനാക്ഷി, മുനീബ, CM, പുതിയ ഒരാൾ വന്നിട്ടുണ്ടല്ലോ, സായി, കാർത്തിക, പാവാജി, ക്രിസ്. ഓക്കെ, യെസ്, ഇന്നർ മെംബ്രെയിനിലാണ് ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമേ, മൈറ്റോകോൺട്രിയ ആർ കോൾഡ് പവർ ഹൗസ് ഓഫ് ദി സെൽ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്സർവേഷൻ സപ്പോർട്ട് ദ സ്റ്റേറ്റ്മെന്റ്? ഈ സ്റ്റേറ്റ്മെന്റിൽ ഏത് സ്റ്റേറ്റ്മെന്റ് കാരണമാണ് മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് സെൽ എന്ന് പറയുന്നത്? മൈറ്റോകോൺട്രിയ സിന്തസൈസ് ATP,
മൈറ്റോകോൺഡ്രിയയുടെ ഉള്ളിൽ ATP ഫോം ചെയ്യുന്നു. മൈറ്റോകോൺഡ്രിയ ഹാവ് എ ഡബിൾ മെംബ്രെയിൻ. എൻസൈംസ് ഓഫ് Krebs cycle are found in mitochondria. Mitochondria found in almost all plants and animal cells. ഇതിൽ എന്തുകൊണ്ടാണ് മൈറ്റോകോൺഡ്രിയനെ നമ്മൾ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത്? മാം, ക്യാൻ ഐ റിവൈസ് ഓൾ സെൽ? യെസ്, ഓഫ് കോഴ്സ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം കേട്ടോ. അതായത് റിവിഷൻ എന്ന് പറയുമ്പോൾ ഒരു 4 ദിവസം എടുത്ത് ഫുള്ളിരുന്ന് എല്ലാ സബ്ജക്ട്സും റിവൈസ് ചെയ്യല്ല ചെയ്യേണ്ടത്. ഒരു 4-5 ദിവസമാണ് മുൻപിൽ കാണുന്നതെങ്കിൽ 5 ദിവസം ഇത്ര സമയം റിവിഷന് വേണ്ടിയിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഏതൊക്കെ സമയത്തിൻ്റെ കംപ്ലീറ്റ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ടാക്കുക. ബാക്കി സമയം തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും ഡെയിലി ടൈം കണ്ടെത്തിയിരിക്കണം. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ എ, അതായത് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു, എനർജി കറൻസിയാണ്, അതുകൊണ്ടാണ് അവിടെ അതിൻ്റെ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അടുത്ത ചോദ്യം, വിച്ച് മെറ്റൽ അയോൺ ഇസ് എ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ക്ലോറോഫിൽ? ഫോട്ടോസിന്തസിസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ക്ലോറോഫില്ലിൽ ഇതിലേത് മെറ്റൽ അയോൺ ആണ് പ്രസന്റ് ആയിട്ടിരിക്കുന്നത്? അയോൺ, കോപ്പർ, മഗ്നീഷ്യം, സിങ്ക്. ഷുവർ? നീരജ് 10 times വിളിക്കാം. നീരജ് കൃഷ്ണ. ഓക്കെ. BCD ഓൾസോ കറക്റ്റ് ആണോ? മനസ്സിലായില്ല. ഇതിലൊരു ആൻസറേ ഉള്ളല്ലോ. മഗ്നീഷ്യം ക്ലോറോഫിലിൻ്റെ ഭാഗമായിട്ടുള്ള മെറ്റൽ അയൺ മഗ്നീഷ്യമാണ്. ഓക്കെ. അടുത്ത ചോദ്യം, വിച്ച് പിഗ്മെന്റ് ആക്ട്സ് ഡയറക്ട്ലി ടു കൺവേർട്ട് ലൈറ്റ് എനർജി ടു കെമിക്കൽ എനർജി? ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് ഇതിൽ ഏത് പിഗ്മെന്റ് ആണ് ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് എനർജിനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഹു ഈസ് ദാറ്റ്? ഡോണ്ട് വറി കൃഷ്ണ. ഡിഫിക്കൽട്ട് ആണെങ്കിലും ഈസി ആണെങ്കിലും ഡോണ്ട് വറി, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ലെറ്റ് ഇറ്റ് ബി. നമ്മൾ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ്, എല്ലാവരും സെയിം എക്സാമാണ് അറ്റൻഡ് ചെയ്യുന്നത്, എല്ലാവരും ഒരേപോലെയാണ് പഠിച്ചിട്ടുള്ളത്. ആ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ള ചാൻസും റാങ്ക് എടുക്കാനുള്ള സാധ്യതയും കുറയും. ആരാണോ ടെൻഷൻ അടിക്കാതെ പഠിക്കുന്നത് അവർക്കാണ് ടോപ്പ് റാങ്ക് കിട്ടുക. ആരാണ് ടെൻഷൻ അടിച്ചിട്ട് പഠിക്കുന്നത്, ടെൻഷൻ വരുമ്പോൾ കുറേ തെറ്റും. പഠിക്കുക എന്നത് മാത്രമല്ല, ടെൻഷൻ ഒഴിവാക്കണം. സോ ജസ്റ്റ് അവോയ്ഡ്. ഒരു തോട്ട്സും വേണ്ട, എല്ലാ തോട്ടുകളെയും ബ്ലോക്ക് ചെയ്യുക. പഠിക്കുക എന്നൊരു കാര്യം മാത്രം മുൻപിൽ ഉണ്ടാക്കുക. ഓക്കെ. ദർശ് എന്നാണോ പേര്? ദർശ് പുതിയ ആളാണെന്ന് തോന്നുന്നു. വെൽക്കം. അപ്പൊ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണല്ലേ. അതായത് നമ്മുടെ പ്രൈമറി പിഗ്മെന്റ് എന്ന് പറയുന്നത് ഏതാ? ക്ലോറോഫിൽ എ ആണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ആളുകളും ആക്സസറി പിഗ്മെന്റ്സ് ആണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്യുന്നത് ക്ലോറോഫിൽ എ ആണ്. ബാക്കിയുള്ള ആളുകളെല്ലാം എന്താ ആ എനർജി ക്യാപ്ചർ ചെയ്തിട്ട് ക്ലോറോഫിൽ എയിലേക്ക് കൊടുക്കുകയാണല്ലേ ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഹായ്. അടുത്ത ചോദ്യം. അപ്പോൾ വിച്ച് റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ഇസ് കോൾഡ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ? അതായത് ടോട്ടൽ സോളാർ ഇൻസിഡന്റ് റേഡിയേഷനിൽ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റേഞ്ച് ഓഫ് റേഡിയേഷൻ ആണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് റേഞ്ച് ഓഫ് വേവ് ലെങ്ത്തിൽ വരും എന്ന ചോദ്യം. 100 to 390, 390 to 430, 400 to 700, 760 to 100. ഇതിലേത് റേഞ്ചിലാണ് നമ്മളുടെ PAR വരുന്നത്? PAR lies in the range. Which range? Option C, very good. 400 to 700 wavelength, nanometer. Okay. അപ്പോൾ അടുത്ത ചോദ്യം. Cells which are not dividing are likely to be at. അതായത് ഡിവൈഡ് ചെയ്യാത്ത സമയത്ത് നമുക്കറിയാം G1, G2, S, M phase ഒക്കെ ഉണ്ട്, G0 ഉണ്ട്. ഇതിൽ ഡിവൈഡ് ചെയ്യാത്ത സമയത്ത് ഇവർ ഏത് ഫേസിലാണ്? G1-ലാണോ, G2-ലാണോ, G0-ലാണോ, S ഫേസിലാണോ? ഏത് ഫേസിലാണ്? ഡിവൈഡ് ചെയ്യാത്ത സമയത്ത് ഓക്കെ. സോ മച്ച് ഓഫ് സി. എനിക്ക് ആ ഫസ്റ്റ് സി വായിക്കാൻ പറ്റുന്നില്ല. റൈറ്റ് ആൻസർ ഇസ് G0. റെസ്റ്റിംഗ് ടൈം ആണ് അല്ലേ. G1 തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സെൽ ഡിവിഷനിലേക്ക് കടന്നു എന്നതാണ് അർത്ഥം. കാരണം സെൽ സൈക്കിളിന്റെ സ്റ്റേജസ് ആണ് G1, S, G2 ആൻഡ് M എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഇവന്റ്സ് ലിസ്റ്റഡ് ബിലോ ഇസ് നോട്ട് ഒബ്സർവ്ഡ് ഡ്യൂറിംഗ് മൈറ്റോസിസ്? ഇനി നിങ്ങളുടെ മനസ്സിൽ മൈറ്റോസിസും മിയോസിസും ആണ് വേണ്ടത്. മൈറ്റോസിസ് വിച്ച് ഇസ് ഇക്വേഷണൽ ഡിവിഷൻ ആൻഡ് meiosis which is the reduction division. Rohit, you are late. Okay, after the live you should watch all the questions. Okay, എല്ലാ ക്വസ്റ്റ്യൻസും വാച്ച് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും ഒറ്റയ്ക്ക് തന്നെ അറ്റൻഡ് ചെയ്യുക. എൻ്റെ ആൻസർ നോക്കരുത്.
ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം മറ്റേ നോക്കുക. യെസ് 0 യെസ് ക്വിസൻറ്റ് സ്റ്റേജ് ഓർ റെസ്റ്റിംഗ് സ്റ്റേജ്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ ഓപ്ഷൻ വായിച്ചില്ല. നോട്ട് ഒബ്സർവ്ഡ് ഡ്യൂറിങ് മൈറ്റോസിസ് ആണ്. ക്രോമാറ്റിൻ കണ്ടൻസേഷൻ, movement of centrioles to opposite poles, appearance of chromosome with the two chromatids joined together at the centromere, crossing over. യെസ് ഓപ്ഷൻ ഡി ആണ്. ഇതെവിടെ കാണും? മിയോസിസിലാണ് നടക്കുന്നത് അല്ലേ? ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ ഇടയിൽ ക്രോസിംഗ് ഓവർ നടക്കുന്നത് മിയോസിസിലാണ്. ക്രോമാറ്റിൻ കണ്ടൻസേഷൻ ഒക്കെ എല്ലായിടത്തും നടക്കും. ഈ മൂന്ന് സംഭവം മിയോസിസിലും മൈറ്റോസിസിലും നടക്കും. മിയോസിസിലോ മൈറ്റോസിസിലോ ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആൻസർ പറയുന്നത് കൊണ്ടാണ്. ബിക്കോസ് നമുക്ക് ഈ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യേണ്ടതായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മിയോസിസ്. മിയോസിസ് ബേസ് ചെയ്തിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെന്റ്. പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. 4 haploid cells are formed. At the end of meiosis, the number of chromosomes are reduced to half. 2 cycle of DNA replication occurs during meiosis. ഏതാണ് റൈറ്റ് ആൻസർ? അഗെയിൻ ഓപ്ഷൻ ഡി. അതായത് ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ പെയർ ചെയ്താലാണ് ക്രോസിംഗ് ഓവർ നടക്കുള്ളൂ. 4 haploid cells അവിടെ ഫോം ചെയ്യുന്നുണ്ട് അറ്റ് ദ എൻഡ്. അതേപോലെ ക്രോമസോം നമ്പർ റെഡ്യൂസ് ചെയ്യുന്നു. റിഡക്ഷൻ ഡിവിഷൻ ആണ്. പക്ഷേ 2 DNA റെപ്ലിക്കേഷൻ നടക്കുന്നില്ല. എസ് ഫേസിൽ ഒറ്റ റെപ്ലിക്കേഷൻ നടക്കുന്നുള്ളൂ. 2 സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. വൺ ഇസ് മിയോസിസ് ആൻഡ് സെക്കൻഡ് മിയോസിസ് ഈസ് ഈക്വൽ ടു മൈറ്റോസിസ് അല്ലേ? സോ ഒബ്വിയസ്ലി ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് G1 phase. G1 phase ബേസ് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെൽ ഇസ് മെറ്റബോളിക്കലി ഇനാക്റ്റീവ്. DNA in the cell does not replicate. It is not a phase of synthesis of macromolecules. Cells stop growing. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് G1 റിഗാർഡ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിങ് G1. ആൻസർ വന്നിട്ടില്ല കേട്ടോ. ആൻസർ വന്നിട്ടില്ല. കൺഫ്യൂഷൻ ഉണ്ടോ? നോ ആൻസേഴ്സ്. ഹു ഡിഡ് ദാറ്റ്? സൂരജ്, അഫ്രാൻ, അന്ന, മുനീബ, മീനാക്ഷി, കൃഷ്ണ. ഓക്കെ റൈറ്റ്. അതായത് എന്താണ്? റെപ്ലിക്കേഷൻ നടക്കുന്ന ഫേസ് അല്ല G1 phase എന്ന് പറയുന്നത്. G1 കഴിഞ്ഞിട്ടുള്ള എസ് ഫേസിലാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്. മിയോസിസ് ഒക്കർ ഇൻ ഓർഗാനിസംസ് ഡ്യൂറിങ്. മിയോസിസ് എപ്പോഴാണ് നടക്കുന്നത്? ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, ബോത്ത് സെക്ഷൽ ആൻഡ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, നൺ ഓഫ് ദീസ്. മിയോസിസ് ആണ്. മിയോസിസ്, നോട്ട് മൈറ്റോസിസ്. മിയോസിസ് എന്ന് പറയുമ്പോൾ ഗ്യമീറ്റോജനസിന്റെ സമയത്താണ് നടക്കേണ്ടത്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യമീറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെവിടെയാണ് നടക്കുക? യെസ് ഓപ്ഷൻ എ. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയത്താണ് ഗ്യമീറ്റോജനസിസ് നടക്കേണ്ടതുള്ളൂ. ആ സമയത്താണ് മിയോസിസ് നടക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, മൈറ്റോസിസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ. മൈറ്റോസിസിൽ റിഡക്ഷൻ ഡിവിഷൻ, ഈക്വൽ ഡിവിഷൻ, ബോത്ത് റിഡക്ഷൻ ആൻഡ് ഈക്വൽ ഡിവിഷൻ, പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷേ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൈറ്റോസിസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ. മൈറ്റോസിസ്, നോട്ട് മിയോസിസ്, മൈറ്റോസിസ്. Mitosis is characterized by. Yes. എയോ? എങ്ങനെ എ വന്നത്? Why are you giving the answer A? കൃഷ്ണ, അന്ന, കൃഷ്ണ, MHD, ആമിൻ. നിങ്ങൾ ആൻസർ തെറ്റിച്ചിട്ടുണ്ട്. എ അല്ല, ബി ആണ്. നോക്ക്, മൈറ്റോസിസ് ആണ്. റിഡക്ഷൻ ഡിവിഷൻ എന്താ? മിയോസിസ് ആണ്. ക്രോമസോം നമ്പർ ഹാഫ് ആവണം. ഈക്വേഷണൽ ഡിവിഷൻ, ഈക്വൽ ഡിവിഷൻ വരുന്ന എവിടെയാ? മൈറ്റോസിസിൽ സെയിം നമ്പർ ഓഫ് ക്രോമസോം. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, യെസ് ബി. അടുത്ത ചോദ്യം, ഹു പ്രപ്പോസ് ദ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ? പ്ലാസ്മ മെംബ്രെയിൻ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ആര് പ്രപ്പോസ് ചെയ്തു? ബെൻറ്റ, ഷ്ലീഡർ ആൻഡ് ഷ്വാൻ, സിംഗർ ആൻഡ് നിക്കോൾസൺ, റോബർട്ട് ബ്രൗൺ. ഹു പ്രപ്പോസ്ഡ്? Okay, it's okay. Only use mitosis to adapt to new environment. Chris, എന്താണ് ചോദ്യം? ക്രിസ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. Since mitosis creates identical clones, how do organisms that only use mitosis adapt to new environment? മനസ്സിലായില്ല.
അതിന് മൈറ്റോസിസ് മാത്രം ചെയ്യുന്ന ഓർഗാനിസംസ് എന്ന് പറയുമ്പം ആരാണ്? മൈറ്റോസിസ് മാത്രം നടക്കുന്നത് നമ്മളുടെ ഹയർ ഓർഗാനിസംസിൽ മൈറ്റോസിസ് മാത്രമല്ലോ, മിയോസിസ് നടക്കുന്നുണ്ടല്ലോ. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്ലാന്റ് കിങ്ഡത്തിൽ നടക്കുന്നുണ്ട്, അനിമൽ കിങ്ഡത്തിൽ നടക്കുന്നുണ്ട്, പല രീതിയിൽ. ഇപ്പം നമ്മുടെ ലൈഫ് സൈക്കിള് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നിങ്ങൾ ഫംഗസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഭയങ്കര ലോവറായിട്ടുള്ള ബാക്ടീരിയ പോലുള്ളവരുടെ കേസിലൊക്കെ അല്ലേ പ്രോപ്പറായിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാത്തത്. പക്ഷെ അവരുടെ കേസിൽ എന്താണ്, കോൺജുഗേഷൻ പോലുള്ള ഇവൻസ് ഉണ്ട് ബാക്ടീരിയ പോലുള്ളവരുടെ കേസിലും. ഓക്കെ, ചോദ്യം മീൻസ് ക്വസ്റ്റ്യൻ. യെസ് റോഹിത്, യെസ്, ചോദ്യം മീൻസ് ക്വസ്റ്റ്യൻ, യു ആർ റൈറ്റ്. ഹീസ് ട്രൈങ് ടു ലേൺ മലയാളം. ഓക്കെ രോഹിത്, റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ആ പാട്ട് എനിക്കറിയില്ല, ക്രിസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? സിംഗർ ആൻഡ് നിക്കോൾസൺ അല്ലേ, ഓപ്ഷൻ സി. റൈറ്റ്. വിച്ച് പാർട്ട് അറിയില്ല എന്നാണ് ക്രിസ് ചോദിച്ചത്. എനിക്ക് ക്ലിയർ ആയിട്ടില്ല കേട്ടോ. അതായത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? മൈറ്റോസിസ് നമുക്കറിയാലോ, സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിലാണ് മിയോസിസ് ഉള്ളത്. അതാണല്ലോ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അല്ലേ. നമ്മൾ വേരിയേഷൻ ഉണ്ട് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. ആ സെക്ഷൽ റീപ്രൊഡക്ഷന് മുകളിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ സെലക്റ്റഡ് ആയതും മെജോറിറ്റി ഓർഗാനിസം സെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്നതും അവിടെ വേരിയേഷൻ ഉള്ളത് കൊണ്ടാണ്. വേരിയേഷൻ ഇസ് എ റോ മെറ്റീരിയൽ ഫോർ സ്പീസിയേഷൻ ആൻഡ് എവല്യൂഷൻ. ഓഫ് കോഴ്സ് വേരിയേഷൻ വേണം, അപ്പോഴാണ് അവിടെ നാച്ചുറൽ സെലക്ഷനും അഡാപ്റ്റേഷനും കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, അതാണോ ചോദിച്ചത്? അടുത്ത ചോദ്യം, വാട്ട് ഈസ് ടോണോപ്ലാസ്റ്റ്? എന്താണ് ടോണോപ്ലാസ്റ്റ്? ഔട്ടർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയ, ഇന്നർ മെംബ്രെയിൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്, മെംബ്രെയിൻ ബൗണ്ടറി ഓഫ് ദ വാക്യൂൾ ഓഫ് പ്ലാന്റ് സെൽ, സെൽ മെംബ്രെയിൻ ഓഫ് എ പ്ലാന്റ് സെൽ. ഓക്കെ, വിച്ച് ഇസ് ആൻസർ? അച്ഛാന്നോ? അച്ഛനേക്ക് ഇവിടെ വന്നിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഉത്തരം പറയൂ. ടോണോപ്ലാസ്റ്റ് എന്താണ്? ടോണോപ്ലാസ്റ്റ്, യെസ്, നമ്മളുടെ വാക്യൂളിന്റെ മെംബ്രെയിൻ ആണ് നമ്മൾ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുക. അടുത്ത ചോദ്യമേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ഓഫ് എ യൂക്യാരിയോട്ടിക് സെൽ? യൂക്യാരിയോട്ടിക് സെല്ല് ബേസ് ചെയ്തിട്ട് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ്. സെൽ വാൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. 80s type of ribosomes are present in the cytoplasm. Mitochondria contain circular DNA. Membrane bound organelles are present. Eukaryote ആണ്. സെൽ വാൾ ഇസ് മെയ്ഡ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻസ് എന്ന് പറയുന്നു. 80s ടൈപ്പ് ഓഫ് റൈബോസോം ആണ്. മൈറ്റോകോൺഡ്രിയയുടെ ഉള്ളിൽ സർക്കുലർ DNA ഉണ്ട്. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് പ്രസന്റ് ആണ്. ഏതാണ് ആൻസർ? യെസ്, ടോണോപ്ലാസ്റ്റ് ഈസ് ദ യെസ് ഓക്കെ ഓഫ് വാക്യൂൾ. ഫൈൻ, എയും ബിയും ഒക്കെ വരുന്നുണ്ട്. എടാ എ ആണ് ആൻസർ. 80s കറക്റ്റ് അല്ലേ? യൂക്യാരിയോട്സിൽ 80s 70s പ്രോക്യാരിയോട്സിൽ നോക്കുക. സെൽ വാൾ ഇസ് മെയ്ഡ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻസ്. പറയാൻ പറ്റുമോ ഇത് ആരുടേതാ? പെപ്റ്റിഡോഗ്ലൈക്കൻസ് ആരുടെ സെൽ വാളാ? നമ്മളുടെ ബാക്ടീരിയയുടേതാണ്. ഓക്കെ, അവരാരാണ്? യൂക്യാരിയോട്ട് അല്ല, ദേ ആർ പ്രോക്യാരിയോട്ട്. സോ സ്റ്റേറ്റ്മെന്റ് 1 ആണ് റോങ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ ഫോർ പ്ലാസ്മ മെംബ്രെയിൻ? ഇതിൽ വിച്ച് ഇസ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് നോട്ട് ട്രൂ ഫോർ പ്ലാസ്മ മെംബ്രെയിൻ? ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ ബോത്ത് പ്ലാന്റ് ആൻഡ് അനിമൽ സെൽ. അതായത് പ്ലാസ്മ മെംബ്രെയിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. It is present in both plant and animal cell. Animalsiലും പ്ലാന്റ്സിലും present ആണ്. Lipid is present as a bilayer in it. Lipid bilayer membrane ആണ്. Proteins are present, integrated as well as loosely associated with the lipid bilayer. Lipid bilayerന്റെ ഇടയിൽ കൂടെ പ്രോട്ടീൻസ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. Carbohydrate is never found in it. Carbohydrates എന്ന് പറയുന്നത് നമുക്ക് പ്ലാസ്മ മെംബ്രെയിനിൽ കാണാനേ പറ്റത്തില്ല. എ പറയുന്നുണ്ട്. എക്ക് എന്താണ് പ്രശ്നം? ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ ബോത്ത് പ്ലാന്റ് ആൻഡ് അനിമൽസ്. ശരിയല്ലേ? പ്ലാന്റ്സിനും അനിമൽസിനും പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ശരിയല്ലേ? സെൽ മെംബ്രെയിൻ ഉണ്ടല്ലോ രണ്ടുപേർക്കും. അതിന്റെ പുറത്തല്ലേ പ്ലാന്റ് സെൽസിന് സെൽ വോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, പ്ലാസ്മ മെംബ്രെയിൻ പുറത്താണ് സെൽ വോൾ ഉള്ളത്. ദാറ്റ് ഇസ് ട്രൂ. ലിപ്പിഡ് ബൈലെയർ ആണ്, അതും ശരിയാണ്. പ്രോട്ടീൻസ് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് പ്രോട്ടീൻസ് പറയുമ്പം പുറത്തേക്ക് നിൽക്കുന്ന പ്രോട്ടീൻസ് ഉണ്ട്, ഉള്ളിലേക്ക് നിൽക്കുന്ന പ്രോട്ടീൻസ് ഉണ്ട്, അതുകൂടാണ്ട് ആ മെംബ്രെയിൻ്റെ ഇടയ്ക്കൂടെ ട്രാൻസ് ആയിട്ട് നിൽക്കുന്ന പ്രോട്ടീൻസും ഉണ്ട്. കാർബോഹൈഡ്രേറ്റും ഭാഗമാണ്. ഈവൻ ഗ്ലൈക്കോ പ്രോട്ടീൻസ് അല്ലേ? ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഉണ്ട്. ഗ്ലൈക്കോ മീൻസ് കാർബോഹൈഡ്രേറ്റ്. സോ കാർബോഹൈഡ്രേറ്റ് പാർട്ട് ആ പ്ലാസ്മ മെംബ്രെയിനിൽ പ്രസന്റ് ആണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ സംഭവം ഒരിക്കലും ഇല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്ലി റോങ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. യെസ്, ഡി ഫോർ ഷുവർ.
ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, പ്ലാസ്റ്റിഡ് differs from mitochondria on the basis of one of the following. ഓക്കെ, അതായത് പ്ലാസ്റ്റിഡ് മൈറ്റോകോൺട്രിയയിൽ നിന്ന് ഡിഫർ ചെയ്യുന്നു. പ്ലാസ്റ്റിഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ആരാ വരുന്നത്? ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ അല്ലേ. അപ്പൊ ഈ പറഞ്ഞ ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺട്രിയൊക്കെ ഓൾമോസ്റ്റ് സെയിം കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. അപ്പൊ അവർ തമ്മിലുള്ള ഡിഫറൻസ്, പ്രസൻസ് ഓഫ് 2 layers ഓഫ് മെംബ്രെയിൻ പ്ലാസ്റ്റിഡ്സിനും മൈറ്റോകോൺട്രിയക്കും, പ്രസൻസ് ഓഫ് റൈബോസോം, presence of thylakoids, presence of DNA. Find out the answer. ബിയും സിയും ഒക്കെ വരുന്നുണ്ടോ? പ്രസൻസ് ഓഫ് 2 layers ഓഫ് മെംബ്രെയിൻ. നോക്ക്, നമ്മുടെ ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺട്രിയം പണ്ടൊരു സെല്ലായിരുന്നു. അത് സിംബയോട്ടിക് അസോസിയേഷൻ വഴി യൂക്യാരിയോട്സിന്റെ ഉള്ളിലേക്ക് വന്നു എന്നതാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ബാക്കി സെൽ ഓർഗനൽസിനും ഡിഫറെൻ്റ് ആയിട്ട് ഇവർക്ക് ഡബിൾ മെംബ്രെയിൻ ഉള്ളത്. ഇവർക്ക് 2 പേർക്കും ഡബിൾ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രസൻസ് ഓഫ് 2 layers ഓഫ് മെംബ്രെയിൻ രണ്ടാൾക്കും ഉള്ള പ്രോപ്പർട്ടിയാണ്. പ്രസൻസ് ഓഫ് റൈബോസോം, ഒരു സെല്ലിന് എന്ന പോലെ സെൽ ഓർഗനൽ ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റിഡിനും അതേപോലെ മൈറ്റോകോൺട്രിയക്കും അവരുടെ ഉള്ളിൽ തന്നെ അവർക്ക് സ്വന്തമായിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടത്താനുള്ള റൈബോസോം അവരുടെ ഉള്ളിലുണ്ട്. പ്രസൻസ് ഓഫ് DNA, രണ്ടാളുടെ ഉള്ളിലും സർക്കുലർ ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. പ്രസൻസ് ഓഫ് തൈലക്കോയിഡ് എവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ? പ്ലാസ്റ്റിഡ്സിൽ, ക്ലോറോപ്ലാസ്റ്റിലേക്കേ കാണാൻ പറ്റുള്ളൂ. മൈറ്റോകോൺട്രിയയിൽ തൈലക്കോയിഡ് ഇല്ല. സോ ദ ഡിഫറൻസ് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഇസ് ഓപ്ഷൻ സി. യെസ്, ഗുഡ്. അപ്പൊ അടുത്ത ചോദ്യം, സെലക്ട് വൺ വിച്ച് ഇസ് നോട്ട് ട്രൂ ഫോർ റൈബോസോം. റൈബോസോം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വിച്ച് ഇസ് നോട്ട് ട്രൂ ഫോർ റൈബോസോം. Made of 2 subunits, may attract to mRNA, form polysomic, have no role in protein synthesis. Okay, അപ്പം റൈബോസോമിന് ചേരാത്തൊരു സ്റ്റേറ്റ്മെന്റ്. Made of 2 subunits, yes. Large and small subunit, correct. May attract to mRNA, yes. അവർ mRNAയിൽ പോയിട്ടാണ് പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നത്. ഫോം പോളിസോമിക്, അതായത് റൈബോസോംസ് വാലെ ഒരു mRNA നിൽക്കുമ്പോൾ അത് പോളിസോം എന്ന് നമ്മൾ വിളിക്കുന്നു. ഹാവ് നോ റോൾ ഇൻ പ്രോട്ടീൻ സിന്തസിസ്, അവരാണ് പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, യു ഹാവ് എ ഡൗട്ട് മാം? റെസ്പിറേഷൻ പ്ലാന്റ്സ് ലെസണിൽ ക്വിസ് വെക്കാറിംഗില്ല, പ്ലീസ്. വെരി ടഫ് ലെസൺ മാം. ഓക്കെ, യെസ്, വി ഹാവ് ഹാഡ് സം ക്വസ്റ്റ്യൻസ്. There were few questions actually. Overall, the number of questions is nearly, I think, okay, actually almost 250 questions ഉണ്ട് total of NCERT Exemplar questions. പക്ഷെ നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒറ്റ സെക്കൻഡ് ഒന്ന് to brighten for the symbol. Okay, this one. Okay, ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിയാനായി. ഇതിൽ റിപ്പീറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് യൂക്യാരിയോട്ടിക് യൂണിസെല്ലുലാർ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇല്ല, അത് ഞാൻ ഡിലീറ്റ് ആക്കിയതാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, യെസ്. അപ്പം നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യനും കൂടിയേ ബാക്കിയുള്ളൂ. ഓൺലി 3 more questions, I guess. So the placenta is attached to the developing seed near the, അതായത് പ്ലാന്റ്സിന്റെ കേസിലുള്ള പ്ലാസന്റേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ പ്ലാസന്റ ഡെവലപ്പിംഗ് സീഡിൽ ടെസ്റ്റിന്റെ അടുത്താണോ, ഹൈലത്തിന്റെ അടുത്താണോ, മൈക്രോപൈലിന്റെ അടുത്താണോ, ചലാസിന്റെ അടുത്താണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ബൈ ഫ്യൂണിക്കിൾ. ഫ്യൂണിക്കിൾ ഉപയോഗിച്ച് അവർ സ്കാർലൈക്ക് ആരുമായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഓക്കെ. Oh, thank you Rohit. We will make it more interesting. Okay, we will make it more interesting and funny. Okay. ഓക്കെ, ദേവിക നോട്ട്സ് കിട്ടുന്നില്ല അല്ലേ? ഞാൻ നാളെയും ആക്ച്വലി മക്കളെ നാളെ സുവോളജിയുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQസിൻ്റെ ലൈവാണ്. അപ്പോൾ നാളെ ഞാൻ അതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് കൺവേ ചെയ്യാം കേട്ടോ, നോട്ട്സിൻ്റെ കാര്യം. അപ്പോൾ നാളെയും നിങ്ങളെല്ലാവരും വന്ന് ജോയിൻ ചെയ്യുക. ക്ലിയർ? ബാക്കിയുള്ള മീൻസ് റിമൈനിങ്. യെസ് Rohit, ബാക്കിയുള്ള മീൻസ് റിമൈനിങ്. So please answer for this question. Yes, only 3 more questions. Chris, you can wait for that. Only 3 questions കൂടിയേ ബാക്കിയുള്ളൂ. വെയിറ്റ് ചെയ്യൂ. എന്നിട്ട് പോവാം.
അപ്പോൾ പ്ലാസന്റ എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്? പ്ലാസന്റ, യെസ്, പ്ലാസന്റ, പ്ലാസന്റ. മാം യുവർ എക്സ്പ്ലനേഷൻ. താങ്ക് യു അർജുൻ, താങ്ക് യു അർജുൻ, താങ്ക് യു അർജുൻ. ഇത് നമ്മൾ ഭയങ്കര സ്പീഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ലേ. നിങ്ങൾ കറക്റ്റ് ലൈക്ക് ഏതെങ്കിലും തിയറീസ് അല്ലെങ്കിൽ നമ്മൾ വൺ ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ലൈവ് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു, അതിൽ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിങ് എന്നോ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് തീരെ എക്സ്പ്ലനേഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് അർജുൻ. ഓക്കെ, ഇതിൽ നമ്മൾ തീരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്കുള്ള എക്സ്പ്ലനേഷൻ കണ്ട അർജുൻ എന്ത് പറയും? നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് അർജുൻ റീസെൻ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ആളാണോ എന്ന് അറിയില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് ഉള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. ആസ്ദം നമ്മുടെ തീരെ എക്സ്പ്ലനേഷൻ ഇല്ലാത്ത ക്ലാസ്സാണ്. കാരണം ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഫൈൻ, യെസ്, ഹൈലം, ഹൈലം, ഫ്യൂണിക്കള് സ്കാർലൈറ്റ് ഹൈലം വഴിയാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, ചലാസയൊന്നും അല്ല, ചലാസ റീജിയൻ അല്ലേ, എൻഡല്ലേ. അപ്പൊ അടുത്ത ചോദ്യം, the embryo sac of an angiosperm is made up of 8 cells, 7 cells and 8 nuclei, 8 nuclei, 7 cells and 7 nuclei. നിങ്ങൾ ആലോചിക്കുക, എംബ്രിയോ സാക്ക്, ആ സെൻട്രൽ സെല്ല്, എത്ര സിനോജിറ്റ്സ്, എത്ര ആന്റിപോഡൽസ്, ഇവിടെ 2 എണ്ണം സെൻട്രൽ സെൽ അല്ലേ. സോ മൊത്തം എത്ര സെൽ ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ എത്ര ന്യൂക്ലിയ ഉണ്ടെന്നുള്ളതും കൗണ്ട് ചെയ്യുക. ഓക്കെ, എത്ര ന്യൂക്ലിയ ഉണ്ടെന്നുള്ളതും സെൽ ഉണ്ടെന്നുള്ളതും കൗണ്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, it's hilum, Rohit. Hilum, hilum. Okay, yes, totally 7 cells and 8 nuclei. 1, 2, 3, 4, 5, 6, 7. Totally 7 cell, 1 nucleus, 2 nucleus, 3, 4 nucleus, 5, 6, 7, 8. Okay. Clear ആണോ? Clear ആണോ? ഓക്കെ ആണല്ലോ. അതായത് മൊത്തം 7 സെല്ല്, പക്ഷേ ഈ സെൻട്രൽ സെല്ലിൻ്റെ ഉള്ളിൽ മാത്രം 2 ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ബാക്കി എല്ലാത്തിലും ഓരോന്ന് വെച്ചിട്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. യെസ്, മലയാളിയാണല്ലോ ചന്ദന. എന്താ അങ്ങനെ ചോദിച്ചേ? എന്നെ കണ്ട മലയാളിയാന്ന് തോന്നില്ലേ? ഞാൻ നല്ല പച്ച മലയാളം അല്ലേ പറയുന്നേ, ഗ്രീൻ മലയാളം. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണോ മലയാളി അല്ലേ എന്ന്. അടുത്ത ചോദ്യം, ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. If the diploid number of a flowering plant is 36, okay, what would be the chromosome number in its endosperm? അതായത് ഡിപ്ലോയിഡ് നമ്പർ ആണ്, 2n ആണ് എന്തെന്ന് പറയുന്നത് 36. അങ്ങനെയാണെങ്കിൽ ട്രിപ്ലോയിഡ് നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രിപ്ലോയിഡ് നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാം, will you teach biology fully or only botany? Rohit, my subject is zoology actually. I was taking zoology lectures. Since the botany faculty has left, that's why I'm taking botany now. Okay, actually I will take both botany and zoology, but I am a zoology faculty. Fine. No, I was not there, Ruba. I was not there. Okay, C 54 right answer. എങ്ങനെയാണ്? അപ്പോൾ 2 and 36 ആണെങ്കിൽ n എത്രയാണ്? n എത്രയാ? 36ന്റെ പകുതി എത്രയാ? 18 അല്ലേ? അപ്പം n 18 ആണെങ്കിൽ 3 into n, that is 3 into 18 എന്ന് പറയുമ്പോൾ that is actually 54. Okay, so the triploid എന്ന് പറയുന്നത് ഓപ്ഷൻ സി 54 right. Hi KBFC, we have ended the class. That was the last question. അപ്പോഴാണ് വരുന്നത്. Okay, അപ്പോഴാണ് വരുന്നത്. Okay, so the classes are actually completed. അതായത് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇത്രയും ബോട്ടണി NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പകുതിയെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, ഇനിയും ഒരു പകുതിയുണ്ട്. സുവോളജിയും സെയിം തന്നെ, പകുതി ക്വസ്റ്റ്യൻസ് ഇന്നലെ ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുള്ളൂ, ഇനിയും പകുതി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എനിവേ നാളെ നമ്മൾ സുവോളജിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs അവിടെ ഉണ്ടായിരിക്കുക. എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ വരിക, സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ അവിടെ നിൽക്കുക. നമ്മളിപ്പം പോകുന്ന പോലെ ഭയങ്കര സ്പീഡിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ക്യാൻ യു പ്ലീസ് ടെൽ ഹൗ ടു ഫൈൻഡ് പെർസെൻറ്റേജ് ഓഫ് അഡിനിൻ ഇഫ് ദ പെർസെൻറ്റേജ് ഓഫ് guanine is given? Okay, Rohit, please listen. Rohit, listen. Rohit, okay. So adenine percentage ആണ് കാണേണ്ടത്, adenine percentage, but the guanine percentage is given. Okay. അപ്പോൾ നോക്കൂ, ജസ്റ്റ് ഞാൻ പറയുന്ന ഓക്കെ. സോ ലിസൺ Rohit. So just I am telling the percentage of guanine is 13.
Let it be like that. I am giving you an example. The percentage of guanine is 30. So we know that how much adenine is there, that much thymine will be there. How much guanine is there, that much cytosine will be there. Fine? Yes. So the percentage of guanine and cytosine will be equal. The percentage of adenine and thymine will be equal. Okay, so the percentage of guanine is 30. Obviously, the percentage of cytosine is also 30. Okay, so altogether guanine plus cytosine is equal to 60%. What is remaining? The total percentage is 100, no. So what is remaining? That is adenine plus thymine. That means 100 minus 60, that will be equal to 40%. And we already know that the percentage of adenine is equal to the percentage of thymine. That means adenine plus thymine is equal to 40. So adenine will be 20 and thymine will also be 20, because 20 plus 20 is 40. Okay, clear? So by that way we can find the percentage of adenine. Clear? Is it clear for you? Rohit, is that clear for you? Rohit, clear ano? Join TTC or degree, but like this is doctor job is first job. Okay. Oman. Do what you like. Do what you like. Not Oman is Krishna aanu perennu enikku ariyam. Yes, this much easy. Thank you, Rohit. Thank you, Rohit. Okay. Krishna എടുത്തൊരു കാര്യം പറയാം. കൃഷ്ണയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ. ബാക്കിയുള്ളവർ പറയുന്നതല്ല നോക്കേണ്ടത്. അതായത് ഫസ്റ്റ് കൃഷ്ണ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കൂ കൃഷ്ണയ്ക്ക് എന്തായി മാറണം. ഞാൻ MBBS എന്നോ ഡോക്ടറെന്നോ നിർബന്ധിക്കില്ല. കൃഷ്ണയ്ക്ക് എന്താകാനാണ് ആഗ്രഹം, എന്തിലാണ് കൃഷ്ണയ്ക്ക് സ്കില്ലുള്ളത്, ഏത് സബ്ജക്ട്സാണ് കൃഷ്ണയ്ക്ക് ഇഷ്ടം, ഫൈൻഡ് ഔട്ട് ദാറ്റ്. എന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുക. പാരൻസിൻ്റെതോ ഫ്രണ്ട്സിൻ്റെതോ ഫാമിലി മെമ്പേഴ്സിൻ്റെതോ റിലേറ്റീവ്സിൻ്റെയോ ആരുടേതും കേൾക്കേണ്ടതില്ല. ഓക്കെ, ബട്ട് വി ക്യാൻ ടേക്ക് സജഷൻസ്. പക്ഷേ അതിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. ഓക്കെ, അപ്പം നമ്മളൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പം അതിൽ മണിയാണോ, പെട്ടെന്ന് ജോലി കിട്ടുന്നതാണോ, അതിലുള്ള പാഷനാണോ, അതിൽ സ്കിൽ, വേറെ മറ്റ് ജോലികൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് എന്താണ് വേണ്ടതെന്ന് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്യുന്ന ജോലിയുടെ സാധ്യതകൾ, നമുക്കതിൽ എത്ര സ്കില്ലുണ്ട്, നമ്മൾക്കതിൽ എത്ര പെർഫോം ചെയ്യാൻ പറ്റും എന്നൊക്കെ കണ്ടുപിടിക്കുക. അതിലേക്ക് ആ ജോലി അച്ചീവ് ചെയ്യുന്ന ദൂരം എത്രമാത്രമാണ്, അത് നമുക്ക് എത്രത്തോളം പറ്റും, നമ്മൾ അതിന് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കുക ആൻഡ് ഫൈൻഡ് ഔട്ട്. ഓക്കെ 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 ക്രിസ്, ഓക്കെ ബൈ. ഓക്കെ, സുവോളജി ഈസ് യുവർ ഫേവറേറ്റ്, just like me. Zoology is my favorite subject. So it's my favorite subject is also zoology. Okay, അപ്പോൾ ആലോചിക്കൂ കേട്ടോ. കൃഷ്ണ സബ്ജക്റ്റ് മാത്രം ഫേവറേറ്റ് ആയാൽ പോരാ. നമ്മളുടെ MBBS എന്ന് പറയുമ്പം സുവോളജി, അതായത് ബയോളജി ഉണ്ടായിരിക്കും, അതേപോലെ കെമിസ്ട്രി ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനപ്പുറം ആ ഒരു ജോലി എങ്ങനെയാണ്, ആ ജോലിയുടെ ക്യാരക്ടർ എങ്ങനെയാണ്, നേച്ചർ എങ്ങനെയാണ്, അതിലെന്ത് സ്കില്ലാണ് വേണ്ടത്, അതിഷ്ടമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ആലോചിക്കുക. എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, എനിവേ ഇഷ്ടമില്ലാത്തതിന് പോകരുത്, ഇഷ്ടമുള്ളതിന് പോകാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഒന്ന് ട്രൈ ചെയ്യാൻ വീട്ടിൽ സമ്മതിക്കുമെങ്കിൽ, MBBS അത്രയും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ, നമ്മുടെ ലൈഫ് ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, അപ്പം അതിലൊരു ചെറിയ സമയം നമുക്ക് ആഗ്രഹമുള്ള ഒരു കാര്യത്തിന് ട്രൈ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ട്രൈ. ഓക്കെ, അപ്പം നമുക്ക് your passion is to become a surgeon. Okay, all the best. നമ്മൾ ആദ്യം MBBS എടുത്ത് പിന്നെ അതിൽ സ്പെഷ്യലൈസേഷൻ ആണ് ബാക്കി സർജൻ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നോക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? നാളെ കാണാം കൃഷ്ണ. നാളെ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. നാളെ വന്നിട്ടാണെങ്കിലും ഇതിൻ്റെ താഴെയായിട്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ചോദിക്കാം, നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. സമയമായില്ലേ, 10:45. അപ്പോൾ എനിവേ ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്. സി യു ടുമോറോ. നാളെ എല്ലാവരും എന്താണെങ്കിലും വരണം. നമുക്ക് വീണ്ടും നാളെ സുവോളജി ക്ലാസ്സിൽ കാണാം. എന്താല്ലേ, ഇന്നലെ സുവോളജി, ഇന്ന് ബോട്ടണി, നാളെ വീണ്ടും സുവോളജി. ഓക്കെ, 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് നിങ്ങൾ എന്നെ കണ്ടിട്ടിരിക്കുകയാണ്. ഓക്കെ, സോ ബൈ, നാളെ കാണാം. ടേക്ക് കെയർ. Rohit, my name is Blessy. You don't know my name. എൻ്റെ പേര് അറിയില്ല. My name is Blessy. Like you are my student for so past for many sessions you are my student and still you don't know my name. My name is Blessy. Okay, BLESSY Blessy. Fine.
Okay, bye dears. Bye. See you all tomorrow. Take care. Good night.